السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن يؤخر الله نفسا إذا جاء أجلها والله خبير بما تعملون. وقال النبي صلى الله عليه وسلم: موت العالم مصيبة لا تجبر. آل النبي ذريعتي وهم إليه وسيلتي أرجو. آل النبي ذريعتي وهم إليه وسيلتي. وعلموا أمة سيدنا ومولانا محمد. അഭിവന്ദരായ പാണല ജമാഅത്ത് ഖത്തീബ് ഉസ്താദ്, മറ്റു ഉസ്താദന്മാർ, പ്രിയപ്പെട്ട ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അല്ലാഹു നമ്മുടെ മജ്ലിസ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. വളരെ വേദനയോടുകൂടെ, വളരെ നൊമ്പലത്തോടുകൂടെ, അടക്കിപ്പിടിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വിഷമത്തോടുകൂടെയാണ് എല്ലാ മുസ്ലിമീങ്ങളും ഈ പരിശുദ്ധമായ പുതിയ വർഷമാകുന്ന മുഹറമിനെ വരവേറ്റത്. പ്രത്യേകിച്ച് കർണാടകയിലുള്ള, ദക്ഷിണ കന്നഡയിലുള്ള മുസ്ലിമീങ്ങൾ ഈ വർഷം 1446 ന്യൂ ഇയർ ആഘോഷിച്ചത് ഇംഗ്ലീഷ് മാസത്തിൻ്റെ ജൂലൈ 8-ാം തീയതി തിങ്കളാഴ്ചയാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12, അള്ളാഹുവിൻ്റെ അടുക്കൽ 12 മാസങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ മാസം ഷഹ്റുൽ മുഹറം, ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിൻ്റെ മാസമാകുന്ന മുഹറമാണ്. ആ പുതിയ വർഷത്തിൻ്റെ തുടക്കം കഴിഞ്ഞ തിങ്കളാഴ്ചയല്ല, അതിൻ്റെ മുമ്പത്തെ തിങ്കളാഴ്ചയായിരുന്നു. എല്ലാ മുസ്ലിമീങ്ങളും അവരുടെ സോഷ്യൽ മീഡിയകളിലും വാട്സപ്പുകളിലും 1446 പുതിയ വർഷം വരുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ട് ആശംസകൾ അയച്ചുകൊണ്ടിരിക്കുന്ന സമയം, എങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സമാധാനമുണ്ടായിരുന്നു. ഈ വർഷത്തിൻ്റെ തുടക്കം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തിങ്കളാഴ്ചയാണല്ലോ എന്ന ഒരു സന്തോഷം എല്ലാവരുടെ കൽബിലും ഉണ്ടായിരുന്നു. സുബഹി ബാങ്ക് കൊടുത്തു. എല്ലാവരും പുതിയ വർഷത്തിൽ പുതിയ ആരാധനയുമായി ബന്ധപ്പെട്ട, ഇബാദത്തുമായി ബന്ധപ്പെട്ട, നിസ്കാരവുമായി ബന്ധപ്പെട്ട, ഖുർആനുമായി ബന്ധപ്പെട്ട, മറ്റുള്ള ഔറാദുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മുഴുകി ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തീരുന്നതിൻ്റെ മുമ്പ് 9-10 മണിയാകുമ്പോൾ നമ്മുടെ വാട്സപ്പുകളിലേക്ക് മെസ്സേജ് വരികയാണ്. ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രൂപത്തിൽ മഹാനായ സയ്യിദുന വ മുർഷിദുന സയ്യിദ് ഫളൽ കോയമ്മ അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദഹ് അവിടുന്ന് വഫാത്തായി എന്ന വിവരം ആരും വിശ്വസിച്ചിട്ടില്ല. വാട്സപ്പുകളിലൊക്കെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പുകളിൽ കാണുകയാണ്. പലർക്കും ഫോൺ വിളിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞു വഫാത്തായി എന്ന്. പക്ഷേ ഒരു ആലിമും അത് വിശ്വസിച്ചിട്ടില്ല. ആദ്യഘട്ടത്തിൽ ഒരു മുതഅല്ലിമീങ്ങളും അത് വിശ്വസിച്ചിട്ടില്ല. ഒരു സാധാരണക്കാരനും അത് വിശ്വസിച്ചിട്ടില്ല.
കാരണം മഹാനായ കൂറത്ത തങ്ങളുപ്പാപ്പ അങ്ങനെയാണ് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്നത്. പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാ അതിനെ തടുക്കാൻ ആരെക്കൊണ്ടും കഴിയില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ ലൻ യുഅഖിറല്ലാഹു നഫ്സൻ, ഒരു ശരീരത്തിനെയും അള്ളാഹു ലേട്ടാക്കുകയില്ല, ഒരു ശരീരത്തിനെയും അള്ളാഹു പിന്തിക്കുകയില്ല. ഇദാ ജാഅ അജലുഹാ, അള്ളാഹുവിൻ്റെ അവധി വന്നാൽ, അവൻ്റെ ടൈം വന്നാൽ, ഒരു ദിവസം എന്നല്ല, ഒരു മണിക്കൂർ എന്നല്ല, ഒരു മിനിറ്റ് എന്നല്ല, ഒരു സെക്കൻഡ് എന്നല്ല, ഒരു നിമിഷം പോലും പിന്തിക്കുകയില്ല. അള്ളാഹു അത് തീരുമാനിച്ചതാണ്. വമൻ നസലതു ബിസാഹതിഹിൽ മനായാ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ. വമൻ നസലത്, മരണമാകുന്ന മൗത്താകുന്ന ആ വലിയ വിഷയം ഇറങ്ങിയാൽ, ബിസാഹത്തിഹിൽ മനായ, ഒരു ബോഡിയിലേക്ക് ഇറങ്ങിയാൽ, ഒരു ശരീരത്തിലേക്ക് ഇറങ്ങിയാൽ, ഒരാളുടെ മുന്നിലേക്ക് ഇറങ്ങിയാൽ, ബിസാഹത്തിഹിൽ മനായ, അവൻ്റെ മുന്നിലേക്ക് മരണമിറങ്ങിയാൽ, ഫലാ അർളുൻ, ഒരു ഭൂമിക്കും അതിനെ തടുക്കാൻ കഴിയില്ല. വലാ സമാഉൻ, ഒരു ആകാശത്തിനും തടുക്കാൻ കഴിയൂല. ആ രൂപത്തിൽ വിശ്വസിക്കുന്ന മോമിനീങ്ങളായ നമ്മൾ വിശ്വസിക്കേണ്ടി വന്നുപോയി. മഹാനായ ഖുറത്തുസ്സാദാത്ത് തങ്ങൾ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, അവിടുത്തെ പ്രിയപ്പെട്ട മകനാകുന്ന ഇബ്നു ഖുറത്തുസ്സാദാത്ത് സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ ഏതാനും നിമിഷത്തിനകം നമ്മുടെ നാട്ടിലേക്ക് വരികയാണ്. അവരെ ദുആവും അവരെ നസീഹത്തുമാണ് നമ്മൾ കാത്തുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഖുറത്തുസ്സാദാത്ത് തങ്ങൾ വഫാത്തായി. അവിടുന്ന് വഫാത്തായപ്പോൾ മഹാനായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ്, ഇന്ന് പണ്ഡിത ലോകത്തിൻ്റെ കിരീടം വെക്കാത്ത ചക്രവർത്തിയാണ് മഹാനായ ഉസ്താദ് അവറുകൾ. ഇന്നത്തെ ദിവസം ഒരു സന്തോഷം നമ്മുടെ വാട്സപ്പുകളിൽ ഇന്ന് ഉച്ച മുതൽ കാണുകയാണ്. ഉള്ളാളം ഖാദിയായി മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളെ തെരഞ്ഞെടുത്തു എന്ന് ഇന്ന് ഉച്ച കഴിഞ്ഞതിന് ശേഷമുള്ള മെസ്സേജുകളും റിപ്പോർട്ടുകളും കാണുകയാണ്. അള്ളാഹു നമുക്ക് തന്ന വലിയ ഭാഗ്യമാണത്. അള്ളാഹു നമുക്ക് തന്ന വലിയ ഔദാര്യമാണ്. നമ്മുടെ ഈ ഭാഗത്ത് മാത്രമാണ് ഉസ്താദിൻ്റെ ഖലാ ഇല്ലാത്തത്. കൊടക് ജില്ലകളിലുണ്ട്, മറ്റുള്ള വിവിധ ഭാഗങ്ങളിലുണ്ട്, വിവിധ സ്റ്റേറ്റുകളിൽ ണ്ട്, വിവിധ മഹല്ലുകളിലുണ്ട്. ദക്ഷിണ കന്നഡക്കാരായ നമുക്ക് ഉസ്താദിനെ ഒരു ഖാദിയായി കിട്ടാൻ ആശ വെച്ചിട്ടുണ്ടെങ്കിലും ആഗ്രഹം വെച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും അവസരം കിട്ടിയിട്ടില്ല. ഇന്ന് അൽഹംദുലില്ലാഹ് ഉച്ചശേഷമുള്ള എല്ലാ മെസ്സേജുകളും നമുക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ ഇവിടുത്തെ വലിയ കേന്ദ്രമാകുന്ന ഉള്ളാളത്തെ ഖാദിയായി മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നത്. അത് നമുക്ക് വലിയ സന്തോഷമുള്ള വിഷയമാണ്. കാരണം മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ആ രൂപത്തിൽ നമുക്ക് നേതൃത്വം നൽകിയാൽ, എൻ്റെ മഹല്ലിൻ്റെ ഖാദിയാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് എന്ന് പറയാൻ, എൻ്റെ നാടിൻ്റെ ഖാദിയാണ് സുൽത്താനുൽ ഉലമ ഉസ്താദ് എന്ന് പറയാൻ ഒരു അവസരമെങ്കിലും നമുക്ക് മരിക്കുന്നതിന് മുമ്പ് കിട്ടിയല്ലോ. അൽഹംദുലില്ലാഹ്, അത് വലിയൊരു സന്തോഷമാണ്. നമുക്ക് നമ്മുടെ ദക്ഷിണ കന്നഡക്ക് മുഴുവനും അവിടുന്ന് വലിയ നേതൃത്വമായി വരാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യുക. അള്ളാഹു അതിനുള്ള ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. സുൽത്താനുൽ ഉലമ ശൈഖുനാ ഉസ്താദ് അവറുകൾ അവിടുന്ന് നമുക്ക് ഖലാഇൻ്റെ നേതൃത്വമായി ഖാദിയായി വരും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാണലയിലുള്ള പലരും ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. ശൈഖുനാ AP ഉസ്താദിനെ പല സമ്മേളനങ്ങളിലും പല സ്റ്റേജുകളിലും കണ്ടിട്ടുണ്ട്. പല രാഷ്ട്രീയ വലിയ പ്രധാനമന്ത്രിമാരുടെ കൂടെയും രാജാക്കന്മാരുടെ കൂടെയും മുഖ്യമന്ത്രിമാരുടെ കൂടെയും വലിയ വലിയ കോട്യാധിപതികളുടെ കൂടെയൊക്കെ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഉസ്താദിനെ ശരിക്കും അറിയുന്നവർ
പഠിച്ചവർ, ശരിക്കും മനസ്സിലാക്കിയവർ. പിന്നൊരു ഭാഗത്ത് ഉസ്താദവറുകൾ ഉണ്ട്. എങ്ങനെയാണ് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദവറുകൾ ഔലിയാക്കളുമായുള്ള ബന്ധങ്ങൾ, ഔലിയാക്കളുമായുള്ള സഹവാസങ്ങൾ അങ്ങനെയാണ്. വളരെ പ്രധാനമായി ഈ കാലഘട്ടത്തിലും നമ്മുടെ ജനിക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിലും ഏതൊക്കെ ഔലിയാക്കളും മഹാന്മാരും ഉണ്ടായിട്ടുണ്ടോ, അത് വലിയുള്ളാഹി വടകര മുഹമ്മദാജി തങ്ങളാണെങ്കിലും, അത് ചാപ്പനങ്ങാടി വലിയുള്ളാഹി ആണെങ്കിലും, അത് മടവൂര് ശൈഖ് വലിയുള്ളാഹി ആണെങ്കിലും, അങ്ങനെ ഏതൊക്കെ മഹാന്മാരും ഔലിയാക്കളുമുണ്ടോ അവരൊക്കെ ആ രൂപത്തിൽ വലിയ ബന്ധം സ്ഥാപിച്ചതാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ കൂടുതലൊന്നും നീട്ടി ഇപ്പോൾ സംസാരിക്കുന്നില്ല. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ ഖാദിയായി നമ്മുടെ നാടുകളിലേക്ക് വരുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഈ വിഷയം ഞാൻ പറയാൻ ഇവിടെ ഉദ്ദേശിച്ചതല്ല. മഹാനായ ഉസ്താദ് അവറുകൾ ഇന്ന് ഉള്ളാളത്തെ ഖാദിയായി തീരുമാനമായിട്ടുണ്ട്. നമ്മുടെ മഹല്ലുകളിലൊക്കെ ഖാദിയാവാൻ നമ്മൾ ആശ വെക്കണം. അതെങ്ങനെ ആശ വെക്കണം എന്ന് പറയുന്നത് ഒരു സഖാഫി എന്ന രീതിയിൽ, ഉസ്താദിൻ്റെ ശിഷ്യൻ എന്ന രീതിയിൽ പറയുന്നതല്ല, മറിച്ച് ഉസ്താദിൻ്റെ ബഹുമാനങ്ങളും ഉസ്താദിൻ്റെ പോരിശകളും നമ്മൾ മനസ്സിലാക്കിയാൽ, അവിടെ നിന്നുള്ള ബന്ധങ്ങളും സംബന്ധങ്ങളും നമുക്ക് ഖൽബിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ, മഹാനായ ഉസ്താദ് നമ്മുടെ നാട്ടിൽ ഒരു നേതൃത്വമായി ഉണ്ട് എന്നത് തന്നെ നമുക്ക് വലിയ കാവലായി വരും. മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ വഅദ് പറയുകയാണ്. ഒറ്റൊരു വിഷയം, സുൽത്താൻ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെക്കുറിച്ച് പറയാം. അതിൻ്റെ മുമ്പ് അവസരം പോലെ ഇൻഷാ അല്ലാഹ് സൗകര്യമുണ്ടെങ്കിൽ പറയാം. ഇവിടെ ഇന്ന് സൗകര്യമില്ലെങ്കിലും ഈ പാണല എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രിയപ്പെട്ട പിതാവും എൻ്റെ എല്ലാമായ മഹാനായ മർഹൂം ശൈഖുനാ സുരുവേൽ ഉസ്താദ് അല്ലാഹു അടുത്ത ദർജ ഉയർത്തട്ടെ, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വന്തം നാട് പോലെയാണ് ഈ പാണലം എന്നത്. ഈ നാട്ടിലുള്ള മോമിനീങ്ങളൊക്കെ വല്ലാതെ ആദരിക്കുന്നത് കൊണ്ട് എപ്പോഴും ഇവിടെ വരാനും എപ്പോഴും ഇവിടെ സംസാരിക്കാനും അവസരവും അവകാശവും ഉള്ള നിലയിലായതുകൊണ്ട് ഇന്ന് ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ നമുക്ക് സംസാരിക്കാം. ഇന്ന് മഹാനായ മസ്ഊദ് തങ്ങളുടെ ഉപദേശവും ദുആവുമാണ് വളരെ മുഖ്യമായി നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ വന്നിട്ട് തങ്ങൾക്ക് വേറൊരു പരിപാടിയിലേക്കും അറ്റൻഡ് ചെയ്യാനുള്ളത് കൊണ്ട് അവിടുന്ന് വന്ന് ഇൻഷാ അല്ലാഹ് നേതൃത്വം നൽകി ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പോകും. അള്ളാഹു അവിടത്തേക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകട്ടെ. ഇന്നത്തെ തീയതിയിൽ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ മഹാനായ ഖുത്ബുസ്സമാൻ സയ്യിദ് മുഹമ്മദ് ഷരീഫ് അൽ മദനി തങ്ങളുടെ ദർബാറുള്ള ഉള്ളാളത്ത് വിവിധ മഹല്ലുകളുടെ ഖാദിയായി അവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉസ്താദ് അവറുകൾ വഅദ് പറയുകയാണ്. എപ്പോഴാണ് വഅദ് പറയുന്നത്? എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലുള്ള സമയം, അതായത് ഏകദേശം 1980 കാലഘട്ടങ്ങളിൽ. അന്ന് വഅദ് പറഞ്ഞത് എവിടെയാണ്? കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അതായത് ഇന്ന് നോളേജ് സിറ്റി നിലനിൽക്കുന്ന ആ പരിസര ഭാഗത്ത് വർഷങ്ങൾക്ക് മുമ്പ് 1980 കാലങ്ങളിൽ മഹാനായ ഉസ്താദ് വഅദ് പറയുകയാണ്. ഉസ്താദ് വഅദ് പറയുമ്പോൾ ഉസ്താദ് ആ നാട്ടുകാരനാണ്, ആ ജില്ലക്കാരനാണ്. പക്ഷേ അന്നത്തെ ചെറുപ്പക്കാരനായ നല്ല കറുകറുത്ത താടിയും നല്ല കട്ടിമീശയും നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായ മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ വഅദ് പറയുമ്പോൾ നാട്ടുകാരനാണോ കുടുംബക്കാരനാണോ എൻ്റെ ജില്ലക്കാരനാണോ എന്നൊന്നുമില്ല. അന്ന് തന്നെ ആയിരക്കണക്കിന് ജനങ്ങൾ ആ സദസ്സിലേക്ക് ഒഴുകി വരികയാണ്. അതിൻ്റെ കാരണം എന്താണ്? ആ പരിപാടി നടക്കുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് പാലക്കാട് ജില്ലയിൽ സലഫികളുമായി ഒരു വാദപ്രതിവാദം നടന്നിരുന്നു. സലഫികളുമായി ഉസ്താദ് വാദപ്രതിവാദം നടത്തിയിരുന്നു. ആ വാദപ്രതിവാദം നടത്താനുള്ള കാരണം, ആ കാലഘട്ടത്തിൽ സലഫികളുമായി ബിദ്അത്തുകാരുമായി വാദപ്രതിവാദം നടത്താൻ മുന്നിലുള്ള ഒരു വലിയ മഹാനായിരുന്നു മഹാനായ ശൈഖുനാ ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. കാസർഗോഡ് ഖാദിയായ വലിയ ആലിമും പണ്ഡിതനുമായ ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിൻ്റെ
ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ നേരെ അനുജനായ ഇ.കെ. ഹസ്സൻ മുസ്ലിയാരാണ് അന്ന് ബിദ്അത്തിന്റെ കോട്ടകൊത്തളങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ള ഖണ്ഡന മണ്ഡന വിഷയങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആള്. മഹാനായ ശൈഖുന ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ താൽക്കാലികമായി ആഫിയത്ത് കുറഞ്ഞിട്ടോ മറ്റോ അവിടുന്ന് വിശ്രമത്തിലാകുന്ന സമയത്ത് സലഫികളും മുജാഹിദുകളും വഹാബികളും ബിദ്അത്തിന്റെ ആശയക്കാരും അവർ പെരുന്നാൾ പോലെ ആഘോഷിക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് പേടിക്കേണ്ടതില്ല, ഇനി ഞങ്ങളെ ചോദ്യം ചെയ്യാനോ ഞങ്ങളോട് വാദപ്രതിവാദം നടത്താനോ ഒരാളും വരികയില്ല. അവർ അഹങ്കാരത്തോടുകൂടെ അന്നത്തെ സമസ്തയുടെ നേതാക്കളിലേക്കൊരു ലെറ്റർ അയക്കുകയാണ്. അന്നത്തെ സമസ്തയുടെ പ്രസിഡന്റ് ആരാണ്? മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. അന്നത്തെ സമസ്തയുടെ സെക്രട്ടറി ആരാണ്? മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകളാണ്. അവർക്ക് കത്തയക്കുകയാണ്. വാദപ്രതിവാദത്തിന് മുജാഹിദുകളായ വഹാബികളായ സലഫികളായ ഞങ്ങളോട് ആരാണ് മുന്നിലുള്ളത്? അങ്ങനെ ധൈര്യമുള്ളവർ ഇന്ന് കേരളത്തിലുണ്ടോ ലോകത്തുണ്ടോ എന്ന രീതിയിൽ അവിടുന്ന് അഹങ്കാരത്തോടുകൂടെ ഇ.കെ. ഹസ്സൻ മുസ്ലിയാരുടെ ക്ഷീണം കണ്ടപ്പോൾ അവർ കിബറോടുകൂടെ അവർ കത്തെഴുതി. ഈ ലെറ്റർ സമസ്തയുടെ ഒരു മീറ്റിംഗ് വിളിക്കുകയാണ്. സമസ്തയുടെ ഇതൊക്കെ പഴയ ചരിത്രങ്ങളാണ്, നമ്മൾ പലതും അറിയേണ്ടതുണ്ട്. സമസ്തയുടെ മീറ്റിംഗ് വിളിച്ചത് ആരാണ്? മഹാനായ ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരാണ് വിളിക്കുന്നത്. ആ മീറ്റിംഗിൽ അധ്യക്ഷൻ ആരാണ്? മഹാനായ റഈസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദാണ്. വലിയ വലിയ കടൽ പോലെയുള്ള വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരുമാണ് അന്ന് സമസ്തയുടെ ഉന്നതാധികാര സമിതിയിലുള്ളത്. ആ മീറ്റിംഗിൽ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവിടുന്ന് പ്രസംഗിച്ചിട്ട് പറഞ്ഞു, മുജാഹിദുകളും വഹാബികളും വല്ലാതെ കളിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ഇ.കെ. ഹസ്സൻ മുസ്ലിയാർ ക്ഷീണം വന്നിട്ട്, രോഗം വന്നിട്ട്, അല്ലെങ്കിൽ മരണപ്പെട്ട്, രണ്ടും ഏതെങ്കിലും ഒന്നായിരിക്കും. ഇങ്ങനെ ഉള്ള സമയത്ത് അവർ ആഘോഷിച്ചിട്ട് അവർ കൈകൊട്ടിയിട്ട് പൊട്ടിച്ചിരിക്കുകയാണ്. എന്നിട്ടവർ വാദപ്രതിവാദത്തിന് വിളിച്ചിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് വാദപ്രതിവാദത്തിന് തയ്യാറാണെന്ന്. ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ ആ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അവറുകൾ ഒരു തീരുമാനം പറഞ്ഞാൽ അന്ന് ചോദിക്കുന്ന ഒരാൾ വേറെ ഇല്ല. കാരണം ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് വലിയ ആലിമാണ്, വലിയ പണ്ഡിതനാണ്, എല്ലാ വിഷയത്തിലും വലിയ കഴിവുള്ള ആളാണ്. ഇവിടെ SSF ഉണ്ട്, ഇവിടെ SYS ഉണ്ട്, ഇവിടെ മുസ്ലിം ജമാഅത്തുണ്ട്. ഈ പാണലയിൽ സുന്നത്ത് ജമാഅത്തുമായി ബന്ധപ്പെട്ട മഹല്ലുകളാണ്. പക്ഷെ എല്ലാവരോടും ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങനെയാണെങ്കിലും ഗ്രൂപ്പിൻ്റെ പേരിലോ സംഘടനൻ്റെ പേരിലോ ഒറ്റ ആലിമീങ്ങളെയും കുറ്റം പറയാൻ പാടില്ല, ഒറ്റ തങ്ങന്മാരെയും കുറ്റം പറയാൻ പാടില്ല. ഏത് വിഭാഗത്തിലുള്ള ആലിമീങ്ങളായാലും ഏത് വിഭാഗത്തിലുള്ള തങ്ങന്മാരായാലും അവരൊക്കെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരക്കാരായ അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കളുടെ അനന്തരക്കാരാണ്. ഏത് വിഭാഗത്തിലുള്ള തങ്ങളായാലും, ഏത് പാർട്ടിയിലുള്ള തങ്ങളായാലും, ഏത് രാജകീയത്തിലുള്ള തങ്ങളായാലും, ഏത് ഇൽമില്ലാത്ത തങ്ങളായാലും നമ്മൾ അതൊന്നും നോക്കേണ്ടതില്ല. അത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് പാസ് ചെയ്യുന്ന തങ്ങന്മാരാണ്. അതുകൊണ്ട് SSFകാരോട്, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് ഇ.കെ. ഉസ്താദിനെ കുറിച്ച് മോശമായത് ഒന്നും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ ഈമാൻ നശിച്ചു പോകും. അതാണ് ഞങ്ങളെ സുലൈബൈൽ ഉസ്താദ് എന്നെ പഠിപ്പിച്ചത്. ഞങ്ങളൊക്കെ പല വേദികളിലും പ്രസംഗിക്കുന്നുണ്ട്. ഇന്ന് വരെ ഒറ്റൊരു ആലിമിനെയോ ഒരു സയ്യിദിനെയോ ചീത്ത പറഞ്ഞ് പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല. അതേ സമയത്ത് ബിദ്അത്തുമായി ബന്ധപ്പെട്ട സലഫികളുമായി ബന്ധപ്പെട്ടവരോട് നമ്മൾ വ്യക്തിപരമായി അവരെ ആക്ഷേപിക്കേണ്ടതില്ല, അവരെ ഡോങ്കിയാക്കേണ്ടതില്ല, അവരെ കുറ്റം പറയേണ്ടതില്ല. ആശയങ്ങൾ നമ്മൾ പറയണം. അവരോട് നമുക്കൊരു സംബന്ധവുമില്ല. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹം വെക്കുന്നത് എൻ്റെ ബാപ്പയെയാണ്. നിങ്ങൾ കൂടുതൽ സ്നേഹം വെക്കുന്നത് നിങ്ങളുടെ ബാപ്പമാരെയാണ്. എൻ്റെ ബാപ്പനെ കുറിച്ചിട്ട് സഖാഫി ഉസ്താദ് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ ഞാനത് പൊറുക്കൂല. അയാൾ കോടിക്കണക്കിന് പൈസ അശ്ശരിയക്ക് തരുന്നുണ്ട്, അശ്ശരിയക്ക് കോടിക്കണക്കിന് തരുന്നു. എന്നിട്ട് എൻ്റെ അബ്ബന് ശരിക്കും എന്തായി പറയുന്നത്, ഞാൻ അയാൾ കോടിയും വാങ്ങല, അയാളോട് യാതൊരു പിരിസം ഉണ്ടാവേല.
എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാപ്പയാകുന്ന അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിനെ കാഫിറാണെന്ന് പറഞ്ഞ വിഭാഗമാണ് ഇവിടുത്തെ സലഫികൾ. കാഫിറാണെന്ന് പറയുന്നവരാണ് ഇവിടുത്തെ സലഫികൾ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മഹാത്തുൻ താഹിറാത്തുൻ വആബാഉൻ താഹിറൂന വഉമ്മഹാത്തുൻ താഹിറാത്ത്. റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ ശുദ്ധിയുള്ളവരാണ്, റസൂലുള്ളാഹിന്റെ ഉമ്മ ശുദ്ധിയുള്ളതാണ്. ശുദ്ധി എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരാണ്, യാതൊരു സംശയവുമില്ല. മുത്തുനബിയുടെ ഉമ്മയായ ആമിന ബീബി കാഫിറത്തായ പെണ്ണാണെന്നാണ് സലഫികളുടെ വിശ്വാസം. എൻ്റെ മുത്തുനബിൻ്റെ ഉമ്മ കാഫിറാണെന്ന് പറയുന്ന ഒരാളോടും നമുക്ക് സംബന്ധം പാടില്ല. എൻ്റെ മുത്തുനബിൻ്റെ അബ്ബ കാഫിറാണെന്ന് പറയുന്ന ഒരാളോടും നമുക്ക് ഒരു വഴിപാട്ടും വേണ്ട, ഒരു കച്ചവടവും വേണ്ട, അവരൊരു മംഗലത്തിലും നമ്മൾ പോകണ്ട, അവരെ ഒരു ചടങ്ങുകളിലും നമ്മൾ പോകണ്ട, അവരോട് നമുക്ക് യാതൊരു ബന്ധങ്ങളും ഇല്ല. ഞാൻ പറഞ്ഞു വന്നത്, അതേ സമയത്ത് സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന ആലിമീങ്ങൾ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന തങ്ങന്മാർ സംഘടനാപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം. നമ്മളതൊന്നും അറിഞ്ഞവരല്ല. അറിഞ്ഞവർ അഭിപ്രായങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമ്മൾ കേൾക്കുക, നമുക്ക് നമ്മുടെ നേതൃത്വത്തിന് അംഗീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഈ പാണല സുന്നത്ത് ജമാഅത്തിൻ്റെ ഉരുക്കുകോട്ടയായതുകൊണ്ട് മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദിനെ അത്ര കൂടുതൽ മഹബത്ത് വെക്കുന്ന നാടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അന്ന് സമസ്തയുടെ മീറ്റിങ്ങിൽ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ്, അന്ന് 2 ഗ്രൂപ്പ് ആയിട്ടില്ല, 2 വിഭാഗമായിട്ടില്ല. ആ കാലഘട്ടത്തിൽ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് പറഞ്ഞു, വഹാബികളും മുജാഹിദുകളും സലഫികളും വാദപ്രതിവാദത്തിന് തയ്യാറുണ്ടോ എന്ന രീതിയിൽ അഹങ്കാരത്തോടുകൂടെ ലെറ്റർ തന്നിട്ടുണ്ട്. ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട നേതാക്കളുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാവർക്കും സന്തോഷമായി. കെ ഉസ്താദ് മറുപടി കൊടുത്താൽ പിന്നെ അതിനാർക്കും അഭിപ്രായ വ്യത്യാസമില്ല. മഹാനായ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് അവിടുന്ന് പറഞ്ഞു, എങ്കിൽ പാലക്കാട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പുണ്ടൂര് എന്ന് പറയുന്ന സ്ഥലം, അവിടെയാണെന്ന് തോന്നുന്നു വാദപ്രതിവാദം നടക്കുന്നത്. അവിടെ 100 കണക്കിന് വീടുകളിലുള്ള ഉമ്മമാർ മുഴുവനും സലഫികളാണ്. അവിടെ 100 കണക്കിനുള്ള വീടുകളിലുള്ള ബാപ്പമാർ മുഴുവനും സലഫികളാണ്. അവിടെ 100 കണക്കിനുള്ള കുടുംബങ്ങളിൽ പലരും സലഫികളാണ്. അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് വാദപ്രതിവാദം നടക്കുന്നത്. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ കെ ഉസ്താദ് അവർകൾ വലിയ കഴിവുള്ള ആളാണ്, ഖുർആനിൻ്റെ പണ്ഡിതനാണ്. ആ കാലഘട്ടത്തിൽ ഒരാളെന്ത് ചെയ്ത് അയാൾ ഒരിക്കൽ ചെറിയ അരമൊയിലാറായിരുന്നു. അരമൊയിലാറായി. പിന്നെ അയാൾ എന്ത് ചെയ്ത് സലഫിയായി. പിന്നെ അയാൾ എന്ത് ചെയ്ത് പൊർബുവായി, ക്രിസ്ത്യാനിയായി. പിന്നെ അയാൾ എന്തായി, പൊർബുവിൻ്റെ പള്ളിൻ്റെ അച്ഛനായി. അയാളാണ് അലവി, ഫാദർ അലവി എന്ന് പറയുന്ന ആൾ. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അങ്ങനെയുള്ള ഒരാളുണ്ടായിരുന്നു. ആ മനുഷ്യൻ ഖുർആനിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ടിട്ട് അല്ലാതെ ഇസ്ലാമിനെ എതിർക്കാൻ തുടങ്ങി. ബൈബിളിൻ്റെ ആശയങ്ങൾ പറഞ്ഞു. ശംസുൽ ഉലമ കെ ഉസ്താദ് അവർകൾ അവിടെ നിന്ന് എന്ത് ചെയ്ത് അവരോട് വാദപ്രതിവാദം നടത്തി. ബൈബിൾ അദ്ദേഹം പഠിച്ചു. ബൈബിളിലുള്ള ഭാഷകൾ, ലാംഗ്വേജുകൾ അദ്ദേഹം പഠിച്ചു. എന്നിട്ട് അലവി ഫാദറുമായി വാദപ്രതിവാദം നടത്തി. പലരും ക്രിസ്ത്യാനികൾ, മുസ്ലിമീങ്ങളായത് പണ്ടത്തെ ചരിത്രങ്ങളാണ്. അപ്പോൾ അത്ര കഴിവുള്ള ആളാണ് ശംസുൽ ഉലമ കെ ഉസ്താദ്. ആ ശംസുൽ ഉലമ കെ ഉസ്താദ് അവറുകൾ സമസ്തയുടെ മീറ്റിങ്ങിൽ പറഞ്ഞു, ഞാൻ വാദപ്രതിവാദത്തിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ണിയത്ത് ഉസ്താദുണ്ട്, വലിയ വലിയ മഹാന്മാരുണ്ട്, ആലിമീങ്ങളുണ്ട്, പ്രായമുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ട്, കറാമത്തുള്ള പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ആ പ്രായമുള്ള പണ്ഡിതന്മാരെ മുന്നിൽ മഹാനായ ശംസുൽ ഉലമ കെ ഉസ്താദ് പറഞ്ഞു, വാദപ്രതിവാദത്തിന് ഞാൻ ഒരാളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. കാരണം കെ ഹസ്സൻ മുസ്ലിയാർ വാദപ്രതിവാദം നടത്തിയ സ്ഥലത്താണ് പോകുന്നത്. അപ്പം അതിന് പറ്റിയ വലിയ മഹാന് ആലിം ആരാണെന്ന് ചോദിക്കുകയാണ്. അപ്പം
അപ്പോഴാണ് മഹാനായ ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് പറഞ്ഞു, ഈ കാലഘട്ടം എപ്പോൾ ഇത് 1980 കാലഘട്ടങ്ങളിലാണ്. ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് പറഞ്ഞു, മറ്റന്നാൾ പുണ്ടൂരിൽ പാലക്കാട് നടക്കുന്ന വാദപ്രതിവാദത്തിൽ വാദപ്രതിവാദം നടത്താൻ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. നോക്കുമ്പോൾ സദസ്സിൽ വലിയ വലിയ ആലിമീങ്ങളുണ്ട്, വലിയ വലിയ പ്രഭാഷകരുണ്ട്, വലിയ വലിയ എഴുത്തുകാരുണ്ട്, വലിയ വലിയ ചിന്തകന്മാരുണ്ട്, വലിയ വലിയ ഖണ്ഡന മണ്ഡനം നടത്തുന്നവരുണ്ട്. ഉസ്താദാകുന്ന ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് പറഞ്ഞു, AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലുള്ള കാന്തപുരത്ത് ഒരാളുണ്ട്, അയാൾ വാദപ്രതിവാദത്തിന് നേതൃത്വം നൽകട്ടെ. അന്ന് യഥാർത്ഥത്തിൽ ആർക്കും ഉസ്താദിനെ അറിയൂല, ചെറിയ പ്രായമുള്ള സമയമാണ്. അപ്പോഴാണ് ശംസുൽ ഉലമയ്ക്ക് ഉസ്താദ് അങ്ങനെ പറയുമ്പോൾ മഹാനായ കണ്ണിയത്ത് ഉസ്താദും സമസ്ത നേതാക്കളും പറഞ്ഞത് ആരാണതെന്ന് ചോദിക്കുകയാണ്. നോക്കുമ്പോൾ സദസ്സിൻ്റെ ബാക്കിൽ ഒരു ബാല്യക്കാരനായ ഒരു പണ്ഡിതൻ നിൽക്കുകയാണ്. നോക്കുമ്പോൾ കറുത്ത താടിയുള്ള, കറുത്ത കട്ടിമീശയുള്ള, നല്ല യുവത്വം തുളുമ്പുന്ന ചെറുപ്പക്കാരനാണ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. കാരണം AP അബ്ദുൽ ഖാദിർ മൗലവി എന്ന് പറയുന്ന ജ്ഞനായ ഒരു നിലയിൽ കുതന്ത്രം പറയുന്ന ഒരാളോടാണ് വാദപ്രതിവാദം നടത്തേണ്ടത്. ഈ ബാല്യക്കാരനായ AP അബൂബക്കർ മുസ്ലിയാർക്ക് നടത്താൻ കഴിയോ? എല്ലാവർക്കും വല്ലാതെ സംശയം വന്നു. പക്ഷെ ശംസുൽ ഉലമൻ്റെ മുമ്പിൽ ആർക്കും ചോദിക്കാൻ ധൈര്യം വന്നില്ല. ശംസുൽ ഉലമ ഒന്ന് കാണാതെ പറയൂല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. ഞാൻ ചുരുക്കി പറയുന്നു, മഹാനായ ഉസ്താദ് അവറുകൾ ശംസുൽ ഉലമ ഉസ്താദ് പറഞ്ഞപ്പോൾ കണ്ണിയത്ത് ഉസ്താദ് അവിടെ നിന്ന് തലയിലേക്ക് കൈവച്ചപ്പോൾ വലിയ വലിയ അന്നത്തെ കറാമത്തുള്ള സമസ്തയിലുള്ള മഹാന്മാർ ആശീർവദിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു, നിങ്ങളൊക്കെ പൊരുത്തം തരുന്നെങ്കിൽ ഞാൻ വാദപ്രതിവാദത്തിന് പോകാം. അവിടെ നിന്ന് ഒരുങ്ങുകയാണ്. അവിടെ നിന്ന് അങ്ങനെ ഒരു ദിവസം യാത്ര പുറപ്പെടുകയാണ്, പാലക്കാടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. പുറപ്പെടുമ്പോൾ കൂടെ ഉള്ള ആള് മഹാനായ ഉസ്താദിനോട് ചോദിച്ചു, നിങ്ങളെ മുഖത്ത് ചെറിയ ബേജാറ് കാണുന്നല്ലോ, ചെറിയ ടെൻഷൻ കാണുന്നല്ലോ, വാദപ്രതിവാദം നടത്താൻ പേടിയുണ്ടോ, ഖൽബിൽ ഭയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മഹാനായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ മറുപടി പറഞ്ഞു, എനിക്ക് വാദപ്രതിവാദം നടത്തുന്നതിൽ ഒരു ബേജാറുമില്ല, ഒരു പേടിയുമില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനുണ്ട്, എൻ്റെ മനസ്സിൽ ഒരു ടെൻഷനുണ്ട്. മഹാനായ ശംസുൽ ഉലമ ഉസ്താദ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പലരോടും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പലരുടെ അടുത്ത് പോയി ദ്വാരപ്പിച്ചിട്ടുണ്ട്. കാരണം ഇതിൽ തോറ്റാൽ എൻ്റെ തോൽവി മാത്രമല്ലല്ലോ, ഈ മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവനും തോൽവിയാണല്ലോ. ആ രൂപത്തിൽ പലരോടും ദ്വാരപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് നിങ്ങളെ മുഖത്ത് ടെൻഷൻ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത്, എൻ്റെ കൽബിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വലിയ മഹാനുണ്ട്, അത് ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കരിൽ മടവൂരി CM വലിയുല്ലാഹി മടവൂര് ശൈഖ് തങ്ങളാണ്. അവരെ കാണാൻ ഞാൻ ഒരാഴ്ചയായി നടക്കുന്നു, അവരെ കാണാൻ ഒരാഴ്ചയായി ഞാൻ ശ്രമിക്കുന്നു. പക്ഷെ ഒരു സ്ഥലത്തും അദ്ദേഹത്തിന് എനിക്ക് കിട്ടിയില്ല. മടവൂര് ശൈഖ് അന്ന് ജീവിച്ചിരിക്കുന്ന സമയം AP ഉസ്താദ് പറഞ്ഞു, പല ഔലിയാക്കളെയും മഹാന്മാരെയും ഞാൻ ദ്വാരപ്പിച്ചിട്ടുണ്ട്, പക്ഷെ മടവൂര് ശൈഖിനോട് ഈ വിഷയം ഒന്ന് പറയാൻ ഞാൻ ശ്രമിച്ചിട്ടു മടവൂര് ശൈഖിനെ കിട്ടിയിട്ടില്ല. ആ ബേജാറ് എൻ്റെ മുന്നിലുണ്ടെന്ന് പറഞ്ഞു. ഉസ്താദ് പറഞ്ഞു, എങ്കിലും മടവൂര് ശൈഖ് എൻ്റെ കൽബിലുള്ള ആഗ്രഹം അറിയുമെന്ന ഉറപ്പുണ്ട് എനിക്ക്, അവരോട് അറിയിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. അങ്ങനെ ചെറിയ
വിഷമത്തോടുകൂടെ പാലക്കാട് വരികയാണ്. പാലക്കാട് ഇവിടെ ഒരു വലിയ മഖാമുണ്ട്, മഞ്ഞക്കുളം മഖാം എന്ന് പറയുന്ന ഒരു മഖാം. മൗലൂദ് കിതാബിലെ മഞ്ഞക്കുളം മാല എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ മഞ്ഞക്കുളം മഖാമിലേക്ക് മഹാനായ ഉസ്താദ് അവറുകൾ AP ഉസ്താദ് സിയാറത്തിന് പോവുകയാണ്. സിയാറത്ത് കഴിഞ്ഞിട്ട് അസർ നിസ്കാരം കഴിഞ്ഞിട്ട്, അന്ന് രാത്രിയാണ് വാദപ്രതിവാദം, അസർ കഴിഞ്ഞിട്ട് മഖാമിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട് ചോദിച്ചു, കോഴിക്കോട്ടുകാരനായ AP അബൂബക്കർ മുസ്ലിയാർ ആർക്കെങ്കിലും അറിയുമോ? അദ്ദേഹം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഒരാൾ പറഞ്ഞു, ഉള്ളിൽ സിയാറത്ത് ചെയ്യുന്നുണ്ട്. ഉസ്താദ് പുറത്തു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, AP അബൂബക്കർ മുസ്ലിയാരാണോ നിങ്ങൾ? ഉസ്താദ് പറഞ്ഞു, ഞാനാണ് AP അബൂബക്കർ മുസ്ലിയാർ. നിങ്ങളാരാണെന്ന് ചോദിക്കുമ്പോൾ വന്ന ആൾ പറഞ്ഞു, ഞാൻ കോഴിക്കോട്ട് നിന്ന് വന്നതാണ്. എന്നെ നിങ്ങളെ അടുത്തേക്ക് അയച്ചത് ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കറിൽ മടവൂരി CM വലിയുള്ളയാണ് അയച്ചത്. എന്തിനാണെന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ ആ വന്ന ആൾ പറഞ്ഞു, AP അബൂബക്കർ മുസ്ലിയാരോട് പറയണം, ഇന്ന് രാവിലെ എന്നെ മഹാനായ മടവൂർ ശൈഖ് വിളിച്ചിട്ട് പറഞ്ഞു, നീ പാലക്കാട്ടേക്ക് പോകണം, അവിടെ ഒരു വാദപ്രതിവാദത്തിന് AP അബൂബക്കർ മുസ്ലിയാർ പോയിട്ടുണ്ട്, അയാളെ മനസ്സിൽ ധൈര്യം കൊടുക്കണം, എന്നെ കാണാത്ത ബേജാറുണ്ട്, അയാളോട് പറയണം എന്നെ കണ്ടതുപോലെയാണ്, എൻ്റെ ആശീർവാദമുണ്ടെന്ന് പറയണം, വാദപ്രതിവാദത്തിൽ വിജയിക്കുമെന്ന് പറയണം, എൻ്റെ അസ്സലാമു അലൈക്കും പറയണം എന്ന് ഉസ്താദ് അത്ഭുതപ്പെട്ടു പോയി. ഉസ്താദ് അവിടെ ആരോടും ഒന്നും വിഷയം പറഞ്ഞിട്ടില്ല. മഹാനായ ഖുതുബുൽ ആലം കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാണാഞ്ഞ നിങ്ങളെ കൽബകമെന്നോവാർ. അന്നത്തെ വാദപ്രതിവാദം നടക്കുകയാണ്. ആലിമീങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലുള്ള ഒരു പുരയിൽ ശംസുല്ലുലം ഉസ്താദുണ്ട്, കണ്ണിയത്ത് ഉസ്താദുണ്ട്, വാണിയമ്പലം ഉസ്താദുണ്ട്, പുതിയാപ്പള അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ട്, വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരുമുണ്ട്. മഹാനായ AP ഉസ്താദ് ചെറുപ്പക്കാരനാണ്. വാദപ്രതിവാദം കഴിയുമ്പോൾ 180ഓളം കുടുംബങ്ങൾ സുബഹിയാകുമ്പോൾ സുന്നത്ത് ജമാഅത്തിലേക്ക് മടങ്ങി, അവർ ഈമാനിലേക്ക് മടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞത് പറയാനാണ് ഇത് പറഞ്ഞത്. ആ വാദപ്രതിവാദം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ വയനാടിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിലുള്ള ഒരു സ്ഥലത്ത് ഉസ്താദിൻ്റെ വഅള്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ വഅളിന് വേണ്ടി ഉസ്താദ് വന്നപ്പോൾ പാലക്കാട് ജില്ലയിൽ 100 ചുല്ലാനം കുടുംബങ്ങളെ ഒറ്റ രാത്രി കൊണ്ട് വാദപ്രതിവാദം നടത്തിയിട്ട് ഈമാനിലേക്ക് കൊണ്ടുവന്ന AP എന്ന് പറയുന്ന ദയാക്ഷരമുള്ള ആ പണ്ഡിതനെ കാണണമെന്ന രീതിയിൽ എല്ലാവരും വരികയാണ്. അന്ന് AP എന്ന വിഭാഗം ഇവിടെയില്ല, EK എന്ന വിഭാഗം ഇവിടെയില്ല, അങ്ങനെയുള്ള ഗ്രൂപ്പ് തർക്കങ്ങളൊന്നുമില്ല. ഉസ്താദ് അവറുകൾ വയല് പറയുകയാണ്, വയലിങ്ങനെ തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ സദസ്സിൽ നിന്നൊരാൾ സ്റ്റേജിലേക്ക് വരികയാണ്. ആർക്കും വലിയ പരിചയമില്ല. കാണുമ്പോൾ ഒരു വല്ലാത്ത രൂപമാണ്. വന്ന ഉടനെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ മഹാനായ AP ഉസ്താദ് അവറുകൾ വന്ന ആളെ നോക്കുകയാണ്, വഅള് നിർത്തുകയാണ്. അവിടെ കൈപിടിച്ചിട്ട് ചുംബിച്ചിട്ട് ആദരവോടുകൂടെ ഇരുത്തുകയാണ്. സദസ്സിലുള്ളവർ അത്ഭുതപ്പെടുകയാണ്. AP ഉസ്താദ് ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ ഇയാളെ ചില്ലറ ആളല്ലല്ലോ, വഅള് ഇടയിൽ നിർത്തണമെങ്കിൽ ഇയാൾ സാധാരണ ആളല്ലല്ലോ. വന്നു അദ്ദേഹം ഇരിക്കാൻ നിർബന്ധിക്കുന്നു AP ഉസ്താദ്, പക്ഷെ ഇരിക്കുന്നില്ല. ഒരു നോട്ടം നോക്കുകയാണ്. നോക്കുമ്പോൾ ആ സ്റ്റേജിൽ ഒരു ടീപ്പോയി ഉണ്ട്. ആ ടീപ്പോയിയുടെ മുകളിൽ ഒരു ഫ്ലാസ്ക് ഉണ്ട്, ഒരു തെർമാസ് ഉണ്ട്. ആ തെർമാസ് ഇങ്ങനെ നോക്കുകയാണ്. തെർമാസ് എടുക്കുന്നു, സദസ്സിലേക്ക് വന്ന ആള് വലിച്ചിട്ട് എറിയുന്നു. നോക്കുമ്പോൾ ആ
മഹലിൻ്റെ പ്രസിഡൻ്റാണ് മുന്നിൽ ഇരുന്നിട്ടുള്ളത്. അയാളെ നെറ്റിയിലേക്ക് തലയിലേക്ക് ആ തർമാസ് തെറിക്കുകയാണ്. അയാളെ നെറ്റി പൊട്ടിയിട്ട് ചോര വരികയാണ്. ആകെ പ്രശ്നം വരികയാണ്. ഞങ്ങളെ ജമാഅത്തിൻ്റെ അധ്യക്ഷർ ഒരാൾ വന്നിട്ട് തർമാസ് എറിഞ്ഞിട്ട് തല പൊട്ടിച്ച് എന്ന് പറഞ്ഞ് നാട്ടിൽ ഗൗജിയാകുകയാണ്. വല്ലാത്ത രീതിയിൽ പ്രശ്നങ്ങളാകുകയാണ്. അങ്ങനെ ആയെങ്കിൽ നമുക്ക് ഇളക്കാൻ കഴിയല, അയാളെ വിടാൻ കഴിയല എന്ന രീതിയിൽ ഗൗജി വരികയാണ്. മഹാനായ ഉസ്താദ് അവറുകൾ ദേഷ്യം പിടിച്ചിട്ട് വന്നാളിങ്ങനെ വിറക്കുകയാണ്, പിടക്കുകയാണ്. അവിടെ നിന്ന് മെല്ലെ മെല്ലെ സമാധാനിപ്പിച്ച് ഉസ്താദ് അവറുകൾ പേടിച്ചിട്ട് വന്നാളെ ഇരുത്തുകയാണ്. സദസ്സിൽ നിന്ന് സ്റ്റേജിലേക്ക് കയ്യേറാൻ വന്ന, ആക്രമിക്കാൻ വന്ന ജനങ്ങളോട് ഉസ്താദ് പറഞ്ഞു, ആരും മനങ്ങാൻ പാടില്ല, ആരും സ്റ്റേജിലേക്ക് കയറാൻ പാടില്ല, ഒരു ഉപദ്രവവും പാടില്ല. ഓ മോമിനിങ്ങളെ, ഈ സ്റ്റേജിലേക്ക് വന്നത് സാധാരണ ആളല്ല, ഖുതുബുല്ലാല മുഹമ്മദ് അബീബക്രിൽ മടവൂരി CM വലിയുല്ലാഹിയാണ് വന്നത്. അദ്ദേഹം ദേഷ്യം പിടിക്കാനുള്ള കാരണം എന്താണ്? ഈ ടീപ്പോയുടെ മുകളിൽ ഒരു ഫ്ലാസ്ക് ഉണ്ട്, ഒരു തർമാസ് ഉണ്ട്. തർമാസ് ടീപ്പോയിൻ്റെ മുകളിൽ വെക്കുന്നത് തെറ്റല്ലല്ലോ. പിന്നെ എന്തിനാണ് മഹാനവർക്ക് ദേഷ്യം പിടിച്ചത്? ആ ടീപ്പോയുടെ മുകളിൽ ഒരു മുസല്ല ഉണ്ടായിരുന്നു. ആ മുസല്ലയുടെ മുകളിൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ഷരീഫിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ മുസല്ലയുടെ മുകളിൽ റൗളയുടെ ഫോട്ടത്തിൻ്റെ മുകളിൽ തർമാസ് വെച്ചത് കാണുമ്പോൾ ഖുതുബുൽ ആലം മടവൂർ ശൈഖിന് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫീ ഹാലിഹി വഫആലിഹി വമഖാലിഹി ഫതതബഅന്ന വതാബിഅല്ല തഅദില. മദീനയുടെ രാജാവാകുന്ന മുത്തുനബിയുടെ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്റെ ഒലക്കമല ഫ്ലാസ്ക് വെക്കാനുള്ളതല്ല, നിന്റെ ഒലക്കമല തർമാസ് വെക്കാനുള്ളതല്ല. ജനങ്ങൾ അടങ്ങി. കാരണം മടവൂർ ശൈഖ് ആ രൂപത്തിൽ ഒരു സ്റ്റേജിൽ വരുന്ന ആളല്ലല്ലോ, ഒരു പബ്ലിക്കിൽ വേദിയിൽ വരുന്ന ആളല്ല. ഒരു കാലഘട്ടങ്ങളിൽ വയനാടിൻ്റെ കുന്നിൻ്റെ ചെരുവിലും കാട്ടിൻ്റെ ഉള്ളിലും പോയിട്ട് ഇലകളും പച്ചിലകളും തിന്നിട്ട് ജീവിക്കുന്ന സമയമാണ്. ദുനിയാവിനോട് ബന്ധമില്ലാത്ത സമയമാണ്. മടവൂർ ശൈഖ് ഞങ്ങളെ നാട്ടിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ ജനങ്ങൾ എറിയപ്പെട്ട് തലപൊട്ടിയാൾ പറഞ്ഞു, എൻ്റെ തലച്ചോറ് പൊട്ടിപ്പോയാലും പ്രശ്നമല്ല, മടവൂര് എറിഞ്ഞതാണല്ലോ, അത് എനിക്ക് ബറക്കത്താണ്. ആ ഈമാനുള്ള മോമിനിൻ്റെ വിശ്വാസമാണ്. താജുൽ ഉലമ ഉസ്താദിൻ്റെ കയ്യിൽ നിന്ന് പൊളി കിട്ടിയവരാണ് വലിയ ഉഷാറായത്, ഉയർച്ചയിലെത്തിയത്. അതൊക്കെ ഒരു ബറക്കത്തുള്ളതാണ്. പക്ഷെ ബറക്കത്ത് കിട്ടണമെങ്കിൽ ആ വിശ്വാസം വേണം, ആ നീയത്ത് വേണം. മഹാനായ മടവൂർ ശൈഖ് അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പോകാനൊരുങ്ങുമ്പോൾ മഹാനായ AP ഉസ്താദ് അവറുകൾ മടവൂർ ശൈഖിനെ വല്ലാത്ത മഹബത്ത് വെച്ച മഹാനാണ്. മടവൂർ ശൈഖിൻ്റെ കൂടെ രാവും പകലും നിന്ന ആളാണ്. രാത്രി സമയത്ത് കൂടെ പാർത്ത ആളാണ്. മടവൂർ ശൈഖിനെ വല്ലാത്ത പിരിസം വെച്ച ആളാണ്. മഹാനായ ഉസ്താദ് അവറുകൾ മെല്ലെ പറഞ്ഞു, ഒരു 2 മിനിറ്റ് നേരം നിങ്ങൾ ഇരുന്നിട്ട് ദുആ ചെയ്തിട്ട് പോകണം. ഈ നാട്ടുകാരെ ആഗ്രഹമാണ്, ആശയാണെന്ന് പറയുമ്പോൾ ഒറ്റൊരു നോട്ടം നോക്കിയിട്ട് അവിടെ നിന്ന് AP ഉസ്താദിനെ ഒരു നോട്ടം നോക്കി. എന്നിട്ട് പറഞ്ഞു, മൊയ്ലാരെ നിങ്ങൾക്ക് വഅ്ള് പറയാനറിയോ? മൊയ്ലാരെ നിങ്ങൾക്ക് വഅ്ള് പറയാനറിയോ? മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇത് AP ഉസ്താദിൻ്റെ വിഷയം പറയാനുള്ള കാരണം, ചിലപ്പം പാണല മഹല്ലിൻ്റെ ഖാദി ഈ മഹല്ലിലുള്ളവർ തീരുമാനിച്ചാൽ ഉസ്താദ് ആകാൻ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ മഹല്ലുകാർക്കാണ് അതിൻ്റെ അധികാരമുള്ളത്. മഹാനായ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് റബ്ബിൻ്റെ ഖളാ പ്രകാരം ഖാദിയായെങ്കിലോ അവിടുത്തെ മഹത്വം മുൻകൂട്ടി അവിടുത്തെ ശിഷ്യന്മാർ പറയുന്നത് സന്തോഷമാണല്ലോ. മഹാനായ ഉസ്താദ് അവറുകൾ അവിടുത്തെ തലയിൽ കെട്ടെടുത്തു. ശൈഖുനാ മടവൂർ ശൈഖിൻ്റെ താടിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി, നിങ്ങൾ മന്ദിരിച്ച് ഊതിയാൽ, നിങ്ങൾ പൊരുത്തം തന്നാൽ ഞാൻ വഅ്ള് പറയാമെന്ന് പറഞ്ഞു. മഹാനായ മടവൂർ ശൈഖ് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇപ്പം വഅ്ള്
വഅള് പറയും, ഞാൻ നോക്കട്ടെ. മഹാനായ ഉസ്താദ് മിണ്ടിയില്ല. അപ്പ ചോദിച്ചു, മദീനയെക്കുറിച്ച് വഅള് പറയാനറിയോ? മദീനയെക്കുറിച്ച് വഅള് പറയാനറിയോ? മദീനൻ്റെ ബഹുമാനം പറയാനറിയോ? മടവൂർ ശൈഖ് മദീനയുമായി എങ്ങനെയായിരുന്നു? റിബാഹു സബാഹുബി ലിഖബ്രി മുഹമ്മദി വബുസി അലൈന ത്വീബ മിൻ ദാലികൽ ഖബ്രി. മഹാനായ മടവൂർ ശൈഖിന് മദീന അങ്ങനെയായിരുന്നു. മദീനനെ കുറിച്ച് വഅള് പറയാനറിയോ മൊയ്ലാറെ? ഒറ്റൊരു ചോദ്യം ചോദിക്കുകയാണ്. ഉസ്താദ് മിണ്ടിയില്ല. അവിടെ നിന്നുമെല്ലാം അടുത്ത് വിളിച്ചിട്ട് അവിടുത്തെ തലയിലേക്ക് മടവൂർ ശൈഖ് ഊതിക്കൊടുത്തിട്ട് പറഞ്ഞു, വഅള് പറഞ്ഞോ എന്ന് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷമായി. കാരണം മടവൂർ ശൈഖ് ഒരു 2 മിനിറ്റ് നേരം ഇരിക്കുമല്ലോ എന്ന രീതിയിലാണ് അവിടെ നിന്ന് സന്തോഷിച്ചത്. ഉസ്താദ് വഅള് തുടങ്ങി. ഉസ്താദ് വഅള് പറഞ്ഞു. പറഞ്ഞത് 2 മിനിറ്റ് അല്ല, പറഞ്ഞത് 1 മണിക്കൂറല്ല, പറഞ്ഞത് 2 മണിക്കൂറല്ല, പറഞ്ഞത് 3 മണിക്കൂർ വഅള് പറയുകയാണ്. മടവൂർ ശൈഖ് അനങ്ങിയില്ല. മടവൂർ ശൈഖ് ഇറങ്ങിയില്ല. മടവൂർ ശൈഖ് പോയില്ല. മദീനയെ കുറിച്ചിട്ടങ്ങനെ ഉസ്താദ് അവറുകൾ ഇങ്ങനെ വഅള് പറയുകയാണ്. ഉസ്താദ് ഇങ്ങനെ വഅള് പറയുകയാണ്. ആ വഅള് പറയുമ്പോൾ മടവൂർ ശൈഖ് സ്റ്റേജിലിരുന്നിട്ട് പൊട്ടിക്കരയുകയാണ്. മദീന ഓർത്തിട്ട് വല്ലാതെ പൊട്ടിക്കരയുകയാണ്. ഞാൻ റൂമിലിരിക്കുമ്പോൾ ഇവിടുത്തെ ഖത്തീബ് ഉസ്താദിൻ്റെ സ്വാഗത പ്രസംഗം കേട്ടു. അവിടെ നിന്ന് പറഞ്ഞു, പാണള ജമാഅത്തിലെ എല്ലാ ആഴ്ചയിലും ബുർദ നടക്കുന്നു ുണ്ടെന്ന്. ഓ മോമിനീങ്ങളെ, നമ്മുടെ വീടുകളിൽ മുസീബത്ത് വരാതിരിക്കാൻ, നമ്മുടെ മക്കളിൽ രോഗങ്ങൾ വരാതിരിക്കാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ബേജാറുകൾ വരാതിരിക്കാൻ, നമ്മുടെ മഹല്ലുകളിൽ ദുരന്തങ്ങൾ വരാതിരിക്കാൻ അത് കാരണം ഫകുന്നമാനിയമിൻ ശർറിൽ ഹയാതി വമിൻ ശർറിൽ മമാതി വമിൻ ഇഹ്റാഖി ജുസ്മാനി വകുൻ ഗിനായല്ലദി മാ ബഅദഹു ഫലസു ഫകും ഫകാക്കി മിൻ അഗ്ലാലി അസ്യാനി. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് തന്നെയാണ്. മഹാനായ ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കരിൽ മടവൂരി അവിടെ നിന്ന് പൊട്ടി കരയുകയാണ്. ജനങ്ങൾ കരയുകയാണ്. ജനങ്ങൾ നിലവിളിക്കുകയാണ്. അവർ വല്ലാതെ കരയുകയാണ്. 3 മണിക്കൂർ കഴിയുമ്പോൾ ഉസ്താദിൻ്റെ വഅള് തീരുകയാണ്. ഉടനെ CM വലിയുള്ള വഅള് കഴിഞ്ഞ ഉസ്താദിനെ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, മദീനയെ ഖൽബ് കൊണ്ട് വഅള് പറയാൻ തൗഫീഖ് ലഭിച്ച ആലിമാണല്ലോ നിങ്ങൾ, ഇങ്ങോട്ടേക്ക് വരി എന്ന് പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ വായി തുറക്ക് എന്ന് പറഞ്ഞു. ഉസ്താദ് അവറുകളെ വായി തുറന്നപ്പോൾ CM വലിയുള്ളാഹി കറാമത്തുള്ള നാവ് കൊണ്ട്, വായ കൊണ്ട് AP ഉസ്താദിൻ്റെ നാവിലേക്കൊന്ന് തുപ്പിക്കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീണ്ട കാലം നിങ്ങളെ ശബ്ദത്തിന് ഇടർച്ച വരൂല, നിങ്ങളെ ശബ്ദത്തിന് ബുദ്ധിമുട്ട് വരൂല. ഉസ്താദ് അവറുകൾ മാരകമായ രോഗം കൊണ്ട് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് പുറത്തു വന്നപ്പോൾ ഇപ്പോഴും നമ്മൾ ഉസ്താദിനെ കാണുന്നത് എന്താണ്? ഉള്ളാളത്തേക്ക് ഖുറത്തു സാദാത്തിൻ്റെ ജനാസ വന്നപ്പോൾ ശൈഖുനാ സുൽത്താനുൽ ഉലമയുടെ ശബ്ദം നമ്മൾ കേട്ടതാണ്. അവിടുത്തെ ശബ്ദം 80 കഴിഞ്ഞിട്ടും ഇടർച്ച വന്നിട്ടില്ല. 90 ആയിട്ടും അവിടുത്തെ ശബ്ദത്തിനൊരു പോരായ്മ വന്നിട്ടില്ല. ചുറുചുറുക്കുള്ള 24 ഗ്യാരണ്ടിയുള്ള ബാല്യക്കാരനെ പോലെയാണ് അവിടുത്തെ ശബ്ദം. എന്തുകൊണ്ടാണത്? വർഷങ്ങൾക്ക് മുമ്പ് ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്കരിൽ മടവൂരി അങ്ങോട്ട് തുപ്പിക്കൊടുക്കുകയാണ്. വേദം വിളമ്പി പറവാൻ മടിച്ചാരെ വേദാംബർബായിൽ തുപ്പിക്കൊടുത്തോവർ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ
أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله അള്ളാഹു മഹാനായ ഷെയ്ഖുന സുൽത്താനുൽ ഉലമ ഉസ്താദിന് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവറുകൾ മുഹറമിൻ്റെ 1 ഇവിടുത്തെ ഖത്തീബ് ഉസ്താദ് അടക്കം ഞങ്ങൾ ഒരുപാട് സഖാഫി ഉസ്താദന്മാരെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഉസ്താദിന് വിഷയം കിട്ടി. സയ്യിദുന വ മുർഷിദുന സയ്യിദ് ഫളൽ കോയമ്മ അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദ അവർ വിട പറഞ്ഞു എന്നും ഉസ്താദ് അവറുകൾ അന്നവിടെ വന്നപ്പോൾ പറഞ്ഞു ഇത് വലിയ നഷ്ടമാണ് എന്നും. 2 ദിവസം മുമ്പ് ഖുറത്തു സാദാത്തു തങ്ങളുടെ അനുസ്മരണം ഒരു സ്ഥലത്ത് വെച്ചു. അവിടെ നേതൃത്വം നൽകാനുണ്ടായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയ നേതൃത്വമായ ഷെയ്ഖുന ഉസ്താദുൽ അസാത്തീദ് റയീസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണ്. ഞാനവിടെ പ്രസംഗിക്കാനുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. ഈ മുടിപ്പ് ഭാഗത്ത് പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് അങ്ങനെ പബ്ലിക്കായൊരു പ്രോഗ്രാം അല്ല അത്. എങ്കിലും എന്നോട് സംസാരിക്കാൻ വിളിച്ചപ്പോൾ മഹാനായ റയീസുൽ ഉലമ ഉസ്താദ് അവറുകൾ പറഞ്ഞു ഖുറത്തു സാദാത്തു തങ്ങളുടെ മരണം വലിയ നഷ്ടമാണ് എന്ന്. ഇത് എന്നെപ്പോലെയുള്ള ലാട്ടുപോട്ടുള്ള ആൾ പറഞ്ഞ വാക്കല്ല. അവരൊക്കെ വലിയ വലിയ മഹാന്മാരാണ്. മഹാനായ റയീസുൽ ഉലമ നിങ്ങളോട് സംഘടനാ പ്രവർത്തകരോടും ഈ നാട്ടിലെ താജുൽ ഉലമ ഉസ്താദിനെ 100% അംഗീകരിക്കുന്ന മഹൽ എന്ന രീതിയിൽ പറയുന്നു, കഴിയുന്നെങ്കിൽ SSFകാർ, കഴിയുന്നെങ്കിൽ SYSകാർ, കഴിയുന്നെങ്കിൽ മുസ്ലിം ജമാഅത്തുകാർ എല്ലാ വർഷവും ഒരു സിയാറത്ത് ടൂർ സംഘടിപ്പിക്കണം. മുമ്പ് ഞാൻ പറഞ്ഞോ എന്നറിയില്ല, സിയാറത്ത് ടൂർ കൊണ്ടുള്ള ഉദ്ദേശം മഹാന്മാരുടെ മഖ്ബറകളിലേക്ക് പോയുള്ള സിയാറത്താണ്. അവിടെ പോകണം,
അവിടെ നമ്മുടെ സങ്കടങ്ങൾ പറയണം, അവിടെ നമ്മുടെ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം. അതോടൊപ്പം സിയാറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്ന ഏതൊക്കെ മഹാന്മാരുണ്ടോ അവരുടെ അടുക്കലേക്ക് പോകണം. അതിൽപ്പെട്ട ഒരു മഹാനാണ് റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ. റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ അവിടുന്ന് 2 ദിവസം മുമ്പ് ആ വേദിയിലേക്ക് വന്നപ്പോൾ ഞാൻ അവിടെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ശൈഖുനാ റഈസുൽ ഉലമ ഉസ്താദ് ആർക്കും ദുആ ചെയ്തു തരണം എന്നില്ല. അതിൻ്റെ അർത്ഥം ദ്വാരക്കണമെന്നല്ല, ദ്വാരക്കുന്നില്ല എന്നല്ല. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. ദുആ ചെയ്തു തരണമെന്നില്ല, അല്ലെങ്കിൽ ഊതണം എന്നില്ല, മന്ത്രിക്കണം എന്നില്ല. മറിച്ച് അവരെ മുഖത്ത് നോക്കിയാൽ തന്നെ അശ്അരിയ സഖാഫിയാകുന്ന എൻ്റെ കണ്ണിൻ്റെ ദോഷങ്ങൾ അള്ളാഹു മായ്ച്ചു കളയും. അവരെ നോക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ മുഖത്തിന് അള്ളാഹു ഒരു പ്രകാശം തരും. കാരണം റഈസുൽ ഉലമ ഉസ്താദ് അവറുകൾ ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വലിയ പ്രധാനപ്പെട്ട പ്രസിഡന്റ് എന്ന് മാത്രമല്ല വലിയ നേതൃത്വമാണ്. ആ ഉസ്താദ് അവറുകളെ വലിയ വലിയ ആലിമീങ്ങളും മഹാന്മാരും പറയുന്നത് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല എന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനീങ്ങളോട്, സംഘടനാ പ്രവർത്തകരോട് പറയുന്നത്, കഴിവിൻ്റെ പരമാവധി നമ്മൾ യൂസ് ചെയ്യണം ഉള്ള മഹാന്മാരെ. അവരെ കൊണ്ട് സെപ്പറേറ്റായി പോയിട്ട് അവരുടെ അടുക്കലേക്ക് പോയി ദ്വാരപ്പിക്കണം. ഒരു സദസ്സിലേക്ക് വരുമ്പോൾ ആ സെപ്പറേറ്റ് കിട്ടുകയില്ല. ഒരു സെപ്പറേറ്റ് ഒരു സദസ്സിൽ വന്ന് കൈ കൊടുക്കുമ്പോൾ അങ്ങനെയൊന്നും കിട്ടുകയില്ല. അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ വിഷയങ്ങൾ പറയണം, നമ്മുടെ ഈമാനിൻ്റെ വിഷയം പറയണം, നമ്മുടെ ഹിദായത്തിൻ്റെ വിഷയം പറയണം, നമ്മുടെ മക്കളെ ഈമാനിൻ്റെ വിഷയം പറയണം. ഇപ്പോൾ ഉള്ളതുപോലെയല്ല, ഇനി ഓരോരോ നാൾ കഴിയുമ്പോഴും എങ്ങനെയാണ് എന്നൊന്നും പറയാൻ കഴിയൂല. അങ്ങനെ ഒരു സിയാറത്ത് നമ്മൾ നടത്തണം. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ എത്ര വലിയ മഹാനായിരുന്നു, എത്ര വലിയ സയ്യിദായിരുന്നു, എത്ര വലിയ കറമിൻ്റെ ഉടമയായിരുന്നു. ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, എത്ര പറഞ്ഞാലും നമുക്ക് മതി വരൂല. കാരണം അവിടുത്തെ ജീവിതം അങ്ങനെയായിരുന്നു. അവിടുത്തെ കറാമത്ത്, ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്തുദ്ദീൻ, ദീനിനെ നിലനിർത്തുന്ന വിഷയത്തിൽ വലിയ തൗഫീഖ് ലഭിച്ച ആളാണ് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങൾ. ഈമാൻ അത് വല്ലാത്ത രൂപത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഈമാനിനും ഹിദായത്തിനും വേണ്ടി പടപൊരുതിയ നേതൃത്വമാണ് എന്ന് പറഞ്ഞാൽ തെറ്റാകുകയില്ല. ആ തങ്ങളെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ എത്രയോ യൂട്യൂബുകളിൽ തന്നെ നമ്മൾ കേൾക്കുകയാണ്. വലിയ വലിയ സാദാത്തുക്കളും ആലിമീങ്ങളും പറയുകയാണ്. ഒരനുഭവം എനിക്കുണ്ട്. കാസർഗോഡ് ജില്ലയിലുള്ള ഒരു ഭാഗം, നാടൊന്നും ഞാൻ പറയുന്നില്ല, ആ ഭാഗത്തുള്ള ഒരു കുടുംബം സിഹർ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടി, ശൈത്വാനിൻ്റെ ബുദ്ധിമുട്ട്. അവിടെയുള്ള 2 പെൺകുട്ടികൾക്ക് വല്ലാത്ത രൂപത്തിലുള്ള ശൈത്വാനീയത്തിൻ്റെ ബുദ്ധിമുട്ട്. രാത്രിയായാൽ നേരെ വീടിൻ്റെ അപ്പുറത്താണ് റെയിലിൻ്റെ പട്ട. ഈ റെയിലിൻ്റെ പട്ടൻ്റെ നേരെ അപ്പുറത്താണ് കടലുള്ളത്. ഈ 2 ബാല്യക്കാരത്തിയായ നല്ല ചന്തമുള്ള പെൺകുട്ടികൾ, 18ഉം 19ഉം 20ഉം വയസ്സുള്ള പെൺകുട്ടികൾ, ഡ്രസ്സങ്ങട്ട് ഒരു ഡ്രസ്സൊന്നും വേണ്ടതുപോലെ ഇടാതെ പട്ടയിലേക്ക് പോയിട്ട് കിടക്കുന്ന, കടലിലേക്ക് പോയിട്ട് തുള്ളുന്ന, എത്രയോ മരുന്നുകൾ, എത്രയോ ട്രീറ്റ്മെൻറ്റുകൾ, എത്രയോ മെഡിസിനുകൾ, എത്രയോ മന്ത്രങ്ങൾ, എത്രയോ വിഷയങ്ങൾ പലതും നടത്തി. പക്ഷെ ശൈത്വാനിൻ്റെ റൂഹാനിയത്തിൻ്റെ ശക്തമായ ബുദ്ധിമുട്ട് കാരണം അത് വേണ്ടതുപോലെ പരിഹാരം ആയില്ല. പോയവരൊക്കെ പോയ സ്ഥലങ്ങളൊക്കെ നല്ലതാണ്, ബന്ധപ്പെട്ട മഹാന്മാരൊക്കെ നല്ലതാണ്. പക്ഷേ ഓരോരോ ഖലാഉകളുണ്ടല്ലോ. ആ കുടുംബം വല്ലാതെ ബേജാറായി. ആ കുടുംബത്തിൻ്റെ ബാപ്പക്ക് ഉമ്മക്ക് സ്വന്തം മക്കളിങ്ങനെ തലയിട്ടടിക്കുന്നതും അടിച്ചു പൊളിക്കുന്നതും ഓടുന്നതും വെള്ളത്തിൽ ചാടുന്നതും ഏത് ഉമ്മക്കും ബാപ്പക്കും സഹിക്കൂലല്ലേ. ആ രൂപത്തിൽ അവരെന്ത് ചെയ്തു? പല സ്ഥലങ്ങളിലും പോയി, പരിഹാരമുണ്ടായില്ല. പല വിഷയങ്ങളും ബന്ധപ്പെട്ടു, ശിഫയായില്ല. അപ്പം ആ നാട്ടിൽ ഒരു മഹാനുണ്ടായിരുന്നു. ആ മഹാൻ്റെ പേര് മുഹിയുദ്ദീൻ ഉസ്താദ് എന്നാണ്.
മുഹീദ്ദീൻ മുസ്ലിയാർ എന്നാണ്. അയാള് ദീനിന് ദഅവത്ത് നടത്തിയത് ഈ കർണാടകയിലാണ്. കാസർഗോഡാണ് ഈ സംഭവമെങ്കിലും അദ്ദേഹം ദർസ് നടത്തിയത് പാണമെങ്കളൂർ ആളെടുക്ക മഹല്ലിൽ മുദരിസായ ആളാണ്. ആ വലിയ ആലിമായ മഹാനവറുകൾ പിന്നെ കാസർഗോഡ് ജില്ലയിലുള്ള ആദൂറിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ സൂക്ഷ്മതയുള്ള ആളാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തഹജ്ജുദിൻ്റെ സമയത്ത് സുജൂദിൽ വീണ് മരിച്ചുപോയ ആളാണ്. വഖഫ് ബോർഡിൻ്റെ മുൻ അധ്യക്ഷനായ ഷാഫി സഅദി അടക്കമുള്ളവർ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ്. ആ മഹാനായ ശൈഖുന മുഹീദ്ദീൻ ഉസ്താദ് ആളടുക്ക മുദരിസായ അദ്ദേഹം ആദൂരിൽ ദർസ് നടത്തുമ്പോൾ ഇൽമുമായി ദീനിൻ്റെ ഖിദ്മത്തുമായി ബന്ധപ്പെടുമ്പോൾ സുജൂദിൽ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര പോരിശ ഉണ്ടാകും, എത്ര ബഹുമാനമുണ്ടാകും. മരിക്കുമ്പോൾ പള്ളിയിൽ മരിക്കാൻ കഴിയുക, മരിക്കുമ്പോൾ വുളൂ ചെയ്ത് മരിക്കാൻ കഴിയുക, മരിക്കുമ്പോൾ നിസ്കാരത്തിൽ മരിക്കാൻ കഴിയുക, മരിക്കുമ്പോൾ സുജൂദിൽ മരിക്കാൻ കഴിയുക. അതിനേക്കാളും വലിയ റിസൾട്ട് ഒരാൾക്കും വരാനില്ലല്ലോ. മഹാനായ മുഹീദ്ദീൻ ഉസ്താദ് അങ്ങനെയുള്ള മഹാനാണ്. ആ മുഹീദ്ദീൻ ഉസ്താദിൻ്റെ ബന്ധപ്പെട്ട നാടാണ് ഈ പറയപ്പെട്ട സൂക്കേടുള്ള സിഹറിൻ്റെ ബുദ്ധിമുട്ടുള്ള കുടുംബമുള്ളത്. അവർ കരഞ്ഞിട്ട് മുഹീദ്ദീൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ, ഞങ്ങളെ വിഷയം നിങ്ങൾക്കറിയുമല്ലോ. ഞങ്ങളെ പൊരൻ്റെ ഉള്ളിൽ നമ്മതിയില്ല, ഞങ്ങളെ പൊരൻ്റെ ഉള്ളിൽ സമാധാനമില്ല. നല്ല സൗന്ദര്യത്തിൻ്റെ നിറകുടമായ നല്ല മുഖവും നല്ല ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ചന്തമുണ്ട്. പക്ഷെ അവർക്ക് ലോകമറിയൂല. അവർ തലകൊണ്ട് മൊയിലേക്ക് അടിക്കുന്നത് കാണുമ്പോൾ പല സമയത്തും സാനൂറിൽ പോയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, പല സമയത്തും ഏർവാടിയിൽ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫലം പൂർണ്ണമല്ല. മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഫലം പൂർണ്ണമല്ല. വീട്ടിലൊരു സമാധാനമില്ല. ഞങ്ങൾ ഉറങ്ങാത്തത് എത്ര വർഷമായി ഉസ്താദേ, ഞങ്ങളൊന്ന് റാഹത്തോടെ നീണ്ടു നവർന്ന് കിടക്കാത്തത് എത്ര വർഷമായി ഉസ്താദേ, നിങ്ങളതിനൊരു പരിഹാരം നൽകണം. അപ്പം മുഹീദ്ദീൻ ഉസ്താദ് ചോദിച്ചു, ഞാൻ എന്താണ് പരിഹാരം നൽകേണ്ടത്? അപ്പം ആ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ പറഞ്ഞു, ഉള്ളാളം തങ്ങളുടെ മകൻ കൂറത്ത തങ്ങൾ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇതപ്പോ 10-20 വർഷം മുമ്പത്തെ ഒരു അനുഭവം. ഉള്ളാളം തങ്ങളുടെ മകന് കൂറത്ത തങ്ങളെന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളെ മന്ദിരങ്ങൾ വലിയ ഫലമാണെന്ന് കേൾക്കുന്നുണ്ട്. കൂറത്തേക്ക് ജനങ്ങൾ, കൂറത്തെന്ന് പറയുന്ന അവിടെ ആ കൂറത്തെന്ന് പറയുന്ന പുത്തൂർ ഭാഗത്തേക്ക് ജനങ്ങൾ ഇവിടെ നിന്നൊക്കെ പോകുന്നുണ്ട്. വെള്ളം മന്ത്രിച്ച് കൊണ്ടുവന്നതിന് അത്ഭുതകരമായ ഫലങ്ങൾ ഞങ്ങളെ നാടുകളിൽ മുഴുവനും വാർത്തയുണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടികളെ അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയൂലല്ലോ. അവിടെ പോയി ഉപദ്രവമാക്കിയാൽ അത് ഇസ്സത്തിന് മോശമല്ലേ. അതുകൊണ്ട് നിങ്ങൾ അറിയപ്പെട്ട ഒരു പണ്ഡിതനല്ലേ മുഹീദ്ദീൻ ഉസ്താദേ, നിങ്ങൾ ആ തങ്ങളുമായി ആരെങ്കിലും ബന്ധപ്പെട്ടിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ട് ഒന്ന് പണിയെടുപ്പിച്ചിട്ട് ഒന്ന് മന്ദിരിപ്പിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഉറുക്ക് കെട്ടിയിട്ട് എൻ്റെ മക്കളുടെ രോഗത്തിനൊരു പരിഹാരമുണ്ടാക്കിയാൽ ആ ഉമ്മയും ബാപ്പയും കുടുംബവും മുഹീദ്ദീൻ ഉസ്താദിൻ്റെ മുന്നിൽ പൊട്ടിക്കരയുകയാണ്. മുഹീദ്ദീൻ ഉസ്താദ് വലിയ സൂക്ഷ്മതയുള്ള ആലിമാണ്, പണ്ഡിതനാണ്. അവർ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ശ്രമിക്കട്ടെ. ഒരു ദിവസം ഈ വീട്ടിലേക്ക് വിവരമറിയിക്കുന്നു മുഹീദ്ദീൻ ഉസ്താദ്, നാളെ രാവിലെ ഉള്ളാളം തങ്ങളുടെ മകനാകുന്ന കൂറത്ത തങ്ങൾ വരാൻ ഏറ്റിട്ടുണ്ട്, ഈ വീട്ടിലേക്ക് വരാൻ ഏറ്റിട്ടുണ്ട്. അവർ വലിയ സന്തോഷമായി, അവർ വലിയ റാഹത്തായി. ആ കുടുംബം നല്ല ഭക്ഷണങ്ങളും നല്ല നാസ്തകളും നല്ല വിഭവസമൃദ്ധമായ ഫുഡുകളും റെഡിയാക്കി കൂറത്തങ്ങൾ കാറിൽ വന്നു ഇറങ്ങി. നോക്കുമ്പോൾ വിശാലമായ സ്ഥലമുള്ള ഒരു സ്ഥലമാണ് അവരുടേത്, അതിലാണ് വീടുള്ളത്. അവിടത്തേക്ക് വന്നു. കുടുംബക്കാർ തങ്ങൾ വന്നപ്പോൾ തന്നെ മുഹീദ്ദീൻ ഉസ്താദിനോട് പറഞ്ഞു, വിഷയം പറയ്, ഈ ഉഷാറില്ലാത്തത് പറയ്, ഇങ്ങനെ തുള്ളുന്നത് പറയ്, ഇങ്ങനെ പൊതയിൽ പോയിട്ട് ബീദ്ന്നത് പറയ്,
പറയും, അങ്ങനെ എല്ലാ വിഷയങ്ങളും പറയും. അയാൾ കുറച്ച് പണിയെടുക്കട്ട് മന്ദിരിക്കട്ടെ എന്ന രീതിയിൽ പറഞ്ഞ്. അപ്പം മൊഹീദ്ദീൻ ഉസ്താദ് കുടുംബത്തിനോട് പറഞ്ഞ് നിങ്ങൾ സബറാക്കി എന്ന് പറഞ്ഞ്. അവർ വിചാരിച്ച് ഇതെല്ലാം പറയുമെന്ന് കരുതി. മഹാനായ ഖുറത്തു സാദാത്തു തങ്ങൾ വന്ന് ഇരുന്നു, നാസ്ത കഴിച്ചിട്ട് അവിടുന്ന് ചെറിയ ദുആ ചെയ്തു, ഇറങ്ങി അങ്ങോട്ട് പോയി. വണ്ടിയിലേക്ക് കയറുമ്പോൾ മൊഹീദ്ദീൻ ഉസ്താദിനെ വിളിച്ചിട്ട് കാതിലെന്തോ സ്വകാര്യം പറഞ്ഞു. വണ്ടിയിൽ കയറി നോക്കുമ്പോൾ ഈ പൊരൻ്റെ ഉള്ളിലാകെ ഗലാട്ടയായി, പൊരൻ്റെ ഉള്ളിലാകെ ബൊബ്ബയായി. എന്നിട്ട് അയാൾ കൊണ്ടുവന്നതിന് സേമയും കോതിൻ്റെ കറിയും തിന്നാൻ വേണ്ടിയിട്ട് വന്നിന് അയാൾ എന്ന രൂപത്തിൽ എന്ത് ചെയ്ത് ആകെ ഗലാട്ടയായി. കാരണം ഈ പാവം മനുഷ്യന്മാർക്ക് എങ്ങനെയെങ്കിലും ഈ കിടാക്കളെ സീക്ക് സുമാറാവണം, ഈ വിഷയങ്ങൾ അറിയിക്കണം, അതിനെന്തെങ്കിലും പണിയെടുക്കണം. കൂറത്തത്തങ്ങൾ മന്ദിരിച്ചിട്ടില്ല, കൂറത്തത്തങ്ങ വെള്ളമൂതിയിട്ടില്ല, കൂറത്തത്തങ്ങ 41 യാസീനോദാൻ പറഞ്ഞിട്ടില്ല, കൂറത്തത്തങ്ങ വേറെ ഒരു വിഷയവും പറഞ്ഞിട്ടില്ല. ഈ മൊഹീദ്ദീൻ ഉസ്താദിൻ്റെ മുന്നിലേക്ക് എല്ലാവരും തുള്ളാൻ വേണ്ടിയിട്ട് തുടങ്ങി, അയാളെ തിന്നാൻ വേണ്ടിയിട്ട് തുടങ്ങി. അയാളോട് പറഞ്ഞ് നിങ്ങൾ വരുന്നതിന് മുന്നേ എന്തെങ്കിലും ചെല്ലീന, എന്തും ചെല്ലിയിട്ടില്ല. വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വരുമ്പോൾ എന്തെങ്കിലും ചെല്ലീന, എന്തും ചെല്ലിയിട്ടില്ല. വന്നിട്ട് കൂടെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ചെല്ലിയിട്ടില്ല, പോകുമ്പോൾ എന്തെങ്കിലും ചെല്ലിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബൊബ്ബ ഇടുമ്പോൾ മഹാനായ മൊഹീദ്ദീൻ ഉസ്താദാകുന്ന മഹാനവറുകൾ പറഞ്ഞു, ഓ കുടുംബക്കാരെ, ഓ നാട്ടുകാരെ, നിങ്ങളെന്താണ് മനസ്സിലാക്കിയത്? വന്നതാരാണെന്നറിയോ? അത് ഖുറത്തു സാദാത്തു തങ്ങളാണ്, അത് ഉള്ളാളം തങ്ങളെ മകനാണ്, അത് വലിയ തീ പോലെയുള്ള സാധനമാണ്. ചിലപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ടാകില്ല. ഒരു സാദാ തുണിയെടുത്തിട്ട്, സാദാ ഷർട്ടിട്ടിട്ട്, സാദാ ഒരു കോലമില്ലാത്ത മുണ്ടാസ് കെട്ടിയിട്ട് വരുമ്പോൾ ഒരു പച്ച ഷാള് അവിടെ ശരീരത്തിലില്ലല്ലോ, ഒരു വലിയ മുണ്ടാസ് അവിടുത്തെ തലയിലില്ലല്ലോ, ഒരു വലിയ തസ്ബീഹിൻ്റെ മാല ഇല്ലല്ലോ, ഒരു വലിയ കോലാഹലങ്ങളൊന്നുമില്ല. സിമ്പിളായി വന്നിട്ട് സിമ്പിളായി പോകുന്ന, നമ്മളൊരു കുസാല് പറഞ്ഞാൽ കുസാലിൻ്റെ കൂടെ ചിരിക്കുന്ന, നമുക്ക് ആർക്കും മഹാനവറുകളുടെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം പോലും തരാതെയാണ് നമ്മിൽ നിന്ന് പോയത്. മഹാനായ മൊഹീദ്ദീൻ ഉസ്താദ് പറഞ്ഞു, മക്കളെ നിങ്ങളറിയണം, നിങ്ങൾ മനസ്സിലാക്കണം, അത് വന്നത് കൂറത്ത തങ്ങളാണ്. അദ്ദേഹം വന്നിട്ട് ഇവിടെ കാലുകുത്തിയപ്പോൾ നിങ്ങളെന്താണ് മനസ്സിലാക്കിയത്? അയാൾ ഓതിയ ഖത്മുകളുടെ കണക്ക് നിങ്ങൾക്കറിയോ? അയാൾ ഓതിയ ഖുർആനിൻ്റെ, ഈ മൊഹീദ്ദീൻ ഉസ്താദ് കുടുംബക്കാരോട് പറയുകയാണ്, അയാൾ ഓതി അപ്പം ആ രൂപത്തിൽ മഹാനായ മുഹീദ്ദീൻ ഉസ്താദ് അവറുകൾ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹം ഓതിയ ഖുർആനിൻ്റെ കണക്കറിയോ? ഖുർആനിൻ്റെ കണക്ക് നിങ്ങൾക്കറിയോ എന്നങ്ങട്ട് ചോദിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഒന്നുകൂടി ഞാൻ ഇന്നലെ വിട്ലയിൽ ഖുറത്തു സാദാത്തു തങ്ങളുടെ അനുസ്മരണമുണ്ടായിരുന്നു. അവിടെ മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ മസ്ഊദ് തങ്ങൾ വന്നിരുന്നു. അവിടെ ഞാൻ ഏകദേശം 1 മണിക്കൂർ നേരം ഇന്നലെ രാത്രി ഏകദേശം 8:15 മുതൽ 9:15 വരെ ഞാൻ സംസാരിച്ചിരുന്നു. അവിടെ ഞാൻ പറഞ്ഞ ഒരു വിഷയം ഞാൻ ഇടയിൽ ഓർമ്മപ്പെടുത്തി. ഇത് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാമല്ലോ, കൂടുതലൊന്നും നീട്ടുന്നില്ല. മഹാനായ സയ്യിദ് ഫളൽ കോയമ്മ തങ്ങൾ, അതായത് നമ്മുടെ ഖാദിയായ, ഈ മഹലിൻ്റെ ഖാദി എന്നല്ലേ, ഈ മഹലിൻ്റെ ഖാദിയായ മഹാനായ തങ്ങളവറുകൾ, ഞാൻ ഉള്ളാളത്തേക്ക് ജനാസ കൊണ്ടുവരികയാണ്, ഉള്ളാളത്തേക്ക് അവിടുത്തെ മയ്യത്ത് ജനാസ കൊണ്ടുവരികയാണ്. ഞാൻ മെല്ലെ എന്നെ പരിചയമുള്ള ഒരാൾ പള്ളിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ വലിച്ചു കയറ്റി. അതുകൊണ്ട് മുന്നിൽ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഇരിക്കുമ്പോൾ അവിടെ ഒരു പഴയ മദനിയായ ഒരു മദനി ഉസ്താദ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു സബ്ബിൽ. അയാൾ എന്നോട് പറഞ്ഞു, കൂറത്തങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയോ? ഞാൻ പറഞ്ഞു, ഒന്നും അറിയൂല. യഥാർത്ഥത്തിൽ നമുക്ക് കൂറത്തങ്ങളെ അറിഞ്ഞില്ല.
നമുക്ക് കൂറത്തത്തങ്ങളെ മനസ്സിലായില്ല, നമുക്ക് കൂറത്തത്തങ്ങളെ അനുഭവിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞെങ്കിൽ തങ്ങളെ നമ്മൾ വിടുകയില്ലായിരുന്നു. സിമ്പിളായി കണ്ടു. അതിൻ്റെ ഉള്ളിലുള്ള മഅരിഫത്ത് നമ്മൾ അറിഞ്ഞില്ല, അവിടുത്തെ ഉള്ളിലുള്ള തഖ്വ നമ്മൾ അറിഞ്ഞില്ല, ആ ഉള്ളിലുള്ള ഈമാൻ നമ്മൾ അറിഞ്ഞില്ല, അവിടുത്തെ വലിയ രീതിയിലുള്ള മഅരിഫത്ത് നമ്മൾ അറിഞ്ഞില്ല, അവിടുത്തെ ദുആഇൻ്റെ ഉത്തരം നമ്മൾ അറിഞ്ഞില്ല. മഹാനായ കൂറത്ത തങ്ങളെ കുറിച്ച് ഉസ്മാൻ മദനി പറയുന്നു, ഞാൻ താജുൽ ഉലമ ഉപ്പാപ്പൻ്റെ ശിഷ്യനാണ്. അന്ന് എൻ്റെ കൂടെ 5 കൊല്ലം പഠിച്ച ആളാണ് കൂറത്ത തങ്ങള്. അന്ന് ബാല്യക്കാരനാണ്, അന്ന് താടി മുളച്ചിട്ടില്ല, അന്ന് മീശ മുളച്ചിട്ടേ ഉള്ളൂ, അന്ന് ചെറിയ മുതഅല്ലിമായ ബാല്യക്കാരനാണ്. അന്ന് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞിട്ട് റൂമിൽ പോകും. ക്ലാസിൻ്റെ ഇടയിൽ ഒരു ചെറിയ റെസ്റ്റിന് സാധാരണ പോകാറുണ്ടല്ലോ. പലപ്പോഴും വൈകുന്നേരം മാസ്തിക്കട്ടയിലേക്കും മുക്കച്ചേരിയിലേക്കും അതുപോലെ അതിൻ്റെ പരിസര ഭാഗങ്ങളിലേക്കും വൈകുന്നേരം ഞങ്ങൾ നടക്കാറുണ്ട്. ഞങ്ങൾ നടക്കുമ്പോൾ കോയമ്മ തങ്ങൾ, അങ്ങനെയാണ് അന്ന് പേരുള്ളത്, കോയമ്മ തങ്ങൾ ഞങ്ങൾ അന്വേഷിക്കും, കാണൂല. ഇടയിൽ കിടക്കാൻ റൂമിൽ നോക്കുമ്പോൾ കിടക്കാനില്ല, കുളിക്കാൻ പോകുമ്പോൾ കൂടുതൽ കുളിക്കുന്ന സമയത്ത് അവിടെയില്ല, നടക്കാൻ പോകുമ്പോൾ കറങ്ങാൻ പോകുമ്പോൾ അവിടെയില്ല. ഞങ്ങൾ ചിന്തിക്കും, കോയമ്മ തങ്ങൾ എവിടെയാണ്? പനി പിടിച്ചോ, സുഖമില്ലാതെയായോ, ഉറക്ക് പിടിച്ചോ? റൂമിലേക്ക് അന്വേഷിച്ച് അരിച്ച് പൊറുക്കുമ്പോഴും പലപ്പോഴും കോയമ്മനെ കാണൂല, കോയമ്മ തങ്ങളെ കാണൂല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത്? ആകെ ബേജാറായി. കാരണം താജുൽ ഉലമൻ്റെ മോനാണ്. പള്ളിയുടെ ഉള്ളിലേക്ക് പോയി അവിടുന്ന് മെല്ലെ അന്വേഷിച്ചു നോക്കുമ്പോൾ മിമ്പറിൻ്റെ മൂലക്ക് ആരുമറിയാതെ നീണ്ട സമയം ഖുർആൻ ഓതുന്ന തങ്ങളെയാണ് കണ്ടത്. ഇത് ഖാലിയായതിൻ്റെ ശേഷമല്ല, ഇത് മഹല്ലിന് നേതൃത്വം നൽകിയതിന് ശേഷമല്ല, ഇത് ഖുറത്തു സാദാത്ത് എന്ന വലിയ അലങ്കാരം കെട്ടിയതിന് പിന്നെയല്ല. ആരുമറിയാത്ത സമയത്ത് ഓതിയതിന് കണക്കില്ല. ഒന്നുകൂടി ഞാൻ പറയുന്നു, അവിടുന്ന് മദനി ബിരുദം നേടി. എന്നിട്ട് അവിടുന്ന് എക്സാം എടുത്തു, എക്സാം കഴിഞ്ഞു, എക്സാം എഴുതി, എക്സാമിൽ പാസ്സായി, മദനി സനദ് വാങ്ങി. താജുൽ ഉലമ ഉപ്പാപ്പ പറഞ്ഞു, കോയമ്മ ഇവിടെ നിൽക്കട്ടെ, കോയമ്മ എവിടെയും പോകണ്ട. പാസ്സായതിനു ശേഷവും അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് ഉള്ളാളം പരിസരത്തുള്ള മോമിനിങ്ങൾ, ആ ഉള്ളാളത്തേക്ക് ഒരുപാട് ബേജാറുള്ള രോഗികളൊക്കെ വരും. അപ്പോൾ പലരും മന്ദിരിക്കാൻ വരും. ആരെ കൊണ്ട് മന്ദിരിക്കാനാണ്? താജുൽ ഉലമന്റെ ഉപ്പാപ്പനെ കൊണ്ട് മന്ദിരിപ്പിക്കാനാണ് വരുന്നത്. അവിടെ എത്തുമ്പോൾ തങ്ങ എന്ന് പറഞ്ഞൊരു വെടി പൊട്ടിച്ചാൽ പിന്നെ എല്ലാം അങ്ങോട്ടേക്ക് ഒരു പോക്കാണ്. ഒരു മന്ദിരവും ഇല്ല, ഒരു നൂച്ചറും ഇല്ല, ഉള്ള തണ്ണി വീണ്ടും കാലിയായി എന്നല്ലാതെ വേറെ ഒന്നും നടക്കാറില്ല. അങ്ങനെ വന്നവരൊക്കെ ബേജാറായി. ഈ സിംഹത്തിൻ്റെ മുന്നിലേക്ക് പോകാൻ ഞമ്മക്ക് കഴിയുന്നില്ല. അപ്പോൾ കുറേ ആൾ പറഞ്ഞു, ഇനി താജുൽ ഉലമന്റെ കൂടെ മന്ത്രിക്കാൻ പോയാൽ പിന്നെ ഞമ്മക്ക് തന്നെ വേറെ ആൾ വന്നിട്ട് മന്ത്രിക്കണോ, അത്ര ഇനി വേറെ വഴിയില്ല. അതുകൊണ്ട് കോയമ്മ തങ്ങളുണ്ടല്ലോ, അവിടുത്തെ മകനല്ലേ. അങ്ങനെ എന്ത് ചെയ്തു? പലരും അവിടെ നിന്ന് ബന്ധപ്പെടാനും മന്ത്രിക്കാനും തുടങ്ങി. അത് മഹാനായ തങ്ങളവർക്ക് യഥാർത്ഥത്തിൽ വലിയ റാഹത്തായില്ല. കാരണം ആ സമയത്ത് കൂറത്ത തങ്ങളെ പ്രകൃതി ആരോടും മിണ്ടലില്ല, ഒരിടത്തും പോകാറില്ല, ഒതുങ്ങിക്കൂടുകയാണ്, ഖുർആൻ ഓതുകയാണ്, ദിക്റങ്ങനെ ചൊല്ലി തീർക്കുകയാണ്, ദിക്റങ്ങനെ പതിവാക്കുകയാണ്. ഖുർആൻ ഓതി തീർത്തതിന് കണക്കില്ല. എത്ര സൂറത്തുകളാണ് തീർത്തത്, എത്ര ജുസുകളാണ് തീർത്തത്, എത്ര ഖത്മുകളാണ് തീർത്തത്. ഒരു ഖത്തമല്ല, 10 ഖത്തമല്ല, 100 ഖത്തമല്ല, ആയിരക്കണക്കിന് ഖത്തമുകൾ അവിടെ ജീവിതത്തിൽ നിന്ന് തീർത്തു എന്നതാണ് സാക്ഷ്യപത്രം പറയുന്നത്. മഹാനായ ഖുറത്തു സാദാത്ത് കൂറത്ത തങ്ങള് അവിടുന്ന് ജനങ്ങൾ വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ബേജാറായി. എനിക്ക് ഓതാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് ഖത്തം ഖുർആൻ തീർക്കാൻ കഴിയുന്നില്ലല്ലോ. ബാപ്പൻ്റെ അടുത്ത് നിന്ന് പോകാൻ പേടിയുമാകുന്നു. അവരെന്ത് ചെയ്തു? നേരെ കുമ്പോലിലേക്ക് പോയി. കുമ്പോലിൽ ആരുണ്ട്? മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ അളിയാക്ക ഉണ്ട്, പെങ്ങളുടെ ഭർത്താവുണ്ട്, സയ്യിദ് കെ സാറ്റക്കോയ തങ്ങൾ കുമ്പോല്. കൂറത്ത തങ്ങൾ അളിയാക്കയാണല്ലോ. അളിയാക്കൻ്റെ മുന്നിലേക്ക് പോയിട്ട് പറഞ്ഞു, എനിക്ക് ഉള്ളാളം പറ്റൂല, ഉള്ളാളത്ത് പറ്റൂല.
അപ്പം ബാപ്പനോട് പറഞ്ഞോളി. എന്നാലും ബാപ്പനോട് പറയാൻ എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. അപ്പം എന്ത് ചെയ്യണം? എന്നെ ഓടത്തേക്കെങ്കിലും മാറ്റണം, എന്നെ എവിടത്തേക്കെങ്കിലും മാറ്റണം എന്ന രീതിയിൽ അവിടുന്ന് പറഞ്ഞു. മഹാനായ കുമ്പോലാറ്റക്കോയ തങ്ങൾ വലിയ വലിയ മഹാന്മാരായ സാദാത്തുക്കളെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചു. കുഞ്ഞിക്കോയ തങ്ങൾ അടുത്തേക്കെത്തി. കുഞ്ഞിക്കോയ തങ്ങൾ ആ സമയത്ത് ചെറുപ്പക്കാരനാണെങ്കിലും അന്ന് തന്നെ നാവിന് വലിയ തഹീറുള്ള ആളാണ്, നാവിന് വലിയ ഫലം ഉള്ള ആളാണ്, അവരെ ബാപ്പൻ്റെ പൊരുത്തമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിക്കോയൻ്റെ മുന്നിലേക്ക് മഹാനായ ജ്യേഷ്ഠനായ ഇച്ഛയായ കാക്കയായ മഹാനായ അബ്ബുത്തങ്ങൾ വന്നിട്ട് പറഞ്ഞു, കോയമ്മത്തങ്ങൾ വന്നിട്ടുണ്ട്, ബാപ്പൻ്റെ അടുത്ത് നിൽക്കാൻ പേടിയുണ്ട്, തൽക്കാലം അവിടെ നിന്ന് മാറണമെന്ന ആഗ്രഹമുണ്ട്. പെട്ടെന്ന് കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, കോയമ്മത്തങ്ങളുടെ മുഖം എനിക്ക് കാണാം, കോയമ്മത്തങ്ങളുടെ മനസ്സ് എനിക്ക് കാണാം. അതുകൊണ്ട് തന്നെ കോയമ്മത്തങ്ങൾ അയക്കേണ്ട സ്ഥലം ഞാൻ തീരുമാനിക്കാം, ഞാൻ അഭിപ്രായപ്പെടാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞ വാക്കാണ് ഞാൻ പറയുന്നത്. മഹാനായ കുമ്പോല് സാദാത്തുക്കളും മഹാന്മാരും വലിയ ബറക്കത്തുള്ള കുടുംബമാണല്ലോ. അവിടുന്ന് താജുല്ലുലമയുടെ മകളുടെ ഭർത്താവാണ്. ഈ ഭാഗങ്ങളിലുള്ള ഉമ്മമാരോട് പറയുന്നു, നിങ്ങൾ സമയം കിട്ടുന്നെങ്കിൽ അവിടുത്തെ കാറ്റക്കോയ തങ്ങളുടെ ഭാര്യൻ്റെ അടുത്തേക്ക് പോയിട്ട് ഉമ്മമാരെ ഒന്ന് തലപിടിച്ചോ, ഒന്ന് മന്ദിരിപ്പിച്ചോ, ഒന്ന് ദുആ ചെയ്യിപ്പിച്ചോ. അത് ബറക്കത്തുള്ള ഉമ്മയാണ്, അത് താജുല്ലുലമയുടെ മകളാണ്, അത് വലിയ പൊരുത്തമുള്ള മകളാണ്. കഴിയുന്നെങ്കിൽ ഉമ്മമാര് പോയിട്ട് ആ ഉമ്മയോട് ദുആ ചെയ്യിപ്പിച്ചോ. ജീവിതത്തിൽ അതൊക്കെ നമുക്ക് വലിയ ഭാഗ്യമുള്ള വിഷയങ്ങളാണ്. നഷ്ടപ്പെട്ടു പോയാൽ അത് പോയി, കഴിഞ്ഞു പോയാൽ കഴിഞ്ഞു പോയി. താജുല്ലുലമ ഉസ്താദ് നമ്മിൽ നിന്ന് പിരിഞ്ഞു. അവിടുത്തെ പകരക്കാരനായി ഇന്ന് വരെ ഒരാളും വന്നിട്ടില്ല. വർഷങ്ങൾ 10 കഴിഞ്ഞിട്ടും താജുല്ലുലമൻ്റെ പകരക്കാരനായി ഒരാളുമില്ല. അലിമീങ്ങളൊക്കെ മറഞ്ഞുപോയി, അവരെ പകരക്കാരനായി ഒരാളുമില്ലല്ലോ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ വിഷമം നിങ്ങളോട് പറയുന്നു. എല്ലാവരും ഖുറത്തു സാദാത്ത് തങ്ങൾക്ക് വേണ്ടി പൊരുത്തപ്പെടണം, ആരും ബേജാറ് വിചാരിക്കരുത്. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളുടെ മകനാകുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ മസൂദ് തങ്ങൾ, അദ്ദേഹം ഇന്നലെ വിട്ലത്തുണ്ടായിരുന്നു. അവിടെ പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹം പോയത് രാത്രി 12 മണി കഴിഞ്ഞിട്ടാണ്. ശേഷം അദ്ദേഹം ഇന്ന് കൊടക് ജില്ലയിലേക്ക് പോയി. കൊടക് ജില്ലയിലുള്ള എൻ്റെ അറിവ് പ്രകാരമാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം പറഞ്ഞതിനെയാണ് ഞാൻ പറയുന്നത്. കൊടക് ജില്ലയിലേക്ക് പോയി. കൊടക് ജില്ലയിലുള്ള കൊളക്കേരിയിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള പരിപാടി കഴിഞ്ഞ് മഹാനായ ഖുറത്തു സാദാത്ത് ഖാലിയായ ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലുള്ള ബന്തെടുക്ക ഏണിയാടി ഭാഗം. അവിടെയൊക്കെ പോയി വരുമ്പോൾ ശക്തമായ മഴ, ശക്തമായ റോഡ് ബ്ലോക്ക് കൊണ്ട് ഇപ്പോഴും അവിടെ നിന്ന് പുറപ്പെടാൻ കഴിഞ്ഞില്ലെന്ന വിഷമം അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അത് റബ്ബിൻ്റെ ഖളാ ആണ്. അവർ വരും എന്ന രീതിയിൽ അവരെ ഡേറ്റ് കിട്ടിയിട്ടാണ് സാധുവായ എന്നെ വിളിച്ചത്. ഈ മോമിനിങ്ങളൊക്കെ അവർ വരുമെന്ന പ്രതീക്ഷയിലാണ് വന്നത്. നമ്മൾ നിരാശരാവണ്ട. അഹ്ലു ബൈത്ത് അവരെ കരുതിയിട്ടാണ് നമ്മൾ വന്നത്. ആ കൂലി നമുക്ക് തരും അല്ലാഹു. ഖുറത്തു സാദാത്ത് തങ്ങളെ പൊരുത്തം അല്ലാഹു നമുക്കും ജീവിതങ്ങളിലൊക്കെ നൽകുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. മഹാനായ ചട്ടക്കല്ല് ഇപ്പോഴത്തുള്ള തങ്ങളവറുകൾ നമുക്കിവിടെ ദുആ ചെയ്തു തരും. അവരെ നേതൃത്വത്തിൽ നമ്മൾ തഹ്ലീൽ ചൊല്ലി ദുആ ചെയ്ത് പിരിയേണ്ടതുണ്ട്. അല്ലാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. വളരെ പെട്ടെന്ന് ഈ മഹല്ലിൽ മഹാനായ ഇബ്നു ഖുറത്തു സാദാത്ത് തങ്ങൾ വന്നിട്ട് നേതൃത്വം നൽകി നമ്മെ സന്തോഷിപ്പിക്കാനുള്ള ഭാഗ്യം നീ നൽകണം അല്ലാ. നമുക്കിനി ഖളാ ആയി വരാനുള്ള നേതൃത്വമായ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ നമ്മുടെ മുന്നിലേക്ക് വന്ന് നമുക്ക് അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് മഹാനായ സിറാജുദ്ദീൻ തങ്ങൾ ചട്ടക്കൽ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉള്ളിലേക്ക് വരിക. നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണമല്ലേ. ഒറ്റൊരാളും ദുആ ചെയ്യാൻ പോകണ്ട. ഞാൻ പറഞ്ഞതിനൊന്ന് പൂർത്തിയാക്കിയിട്ട് പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാം. ഏതായാലും ഞാൻ ഇത്രയും പറഞ്ഞല്ലേ. അങ്ങനെ
ഈ മഹലിലായതുകൊണ്ട് ഈ മഹലിൻ്റെ പിരസം വെച്ചതുകൊണ്ട് ഞാൻ ഇന്നലെയും കഴിഞ്ഞ് രാത്രി 10 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ കിന്നത്ത് പോയിട്ട് പിന്നൊരു ഖുറത്ത് തങ്ങൾ അനുസ്മരണം 11 മണി വരെ നടത്തിയത്. അപ്പോൾ എങ്കിൽ ഈ നാട്ടിൽ വരുമ്പോൾ ഒരു സന്തോഷമല്ലേ. അള്ളാഹു മഹാന്മാരെ പൊരുത്തം നൽകുമാറാവട്ടെ. ഈ പറഞ്ഞതിനൊന്ന് ഒന്ന് പൂർത്തിയാക്കിയറിയല്ലേ, ഒരു 10 മിനിറ്റ് തങ്ങൾ വന്നിരുന്നു. ഇനി നമ്മൾ കൂടുതൽ നീട്ടുന്നത് ശരിയല്ല. ഞാനിന്ന് മഗ്‌രിബിനെ വന്നതെന്ത്, ഞാൻ ഇന്ന് മഗ്‌രിബിന് വന്നത് തന്നെ എൻ്റെ കറാമത്ത് എന്ന് പറയാം. കാരണം എൻ്റെ കറാമത്ത് പറയാൻ കാരണം ചെല്ലിയ ടൈമിന് എത്തലേ ഇല്ല ഞാൻ. അതാണ് നമ്മളെ കറാമത്ത് ഇന്നെത്തിയതുകൊണ്ട്. ഞാനെത്താൻ കാരണം എന്ത്, തങ്ങൾ ഇന്നലെ വീട്ടിലെത്ത് പറഞ്ഞ് നിങ്ങൾ മഗ്‌രിബിന് തന്നെ എത്തണോ, ഒരു അരമണിക്കൂർ സംസാരിക്കണോ, സംസാരിച്ചിട്ട് പിന്നെ ഞാൻ തന്നെ എനിക്ക് കഴിഞ്ഞ ഉടനെ മോണ്ടോളിയിൽ പോകണമെന്ന് പറഞ്ഞു. ഇന്നലെ എന്നോട് പറഞ്ഞ വാക്കാണ് തങ്ങൾ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തതിന് മഗ്‌രിബിനെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നിട്ട് ഞാൻ തങ്ങളുമായി ബന്ധപ്പെട്ട ആളോട് ചെല്ലി നേരെ മഗ്‌രിബിന് ഞങ്ങൾ അഷ്റഫിൻ്റെ പുരയിൽ ചെറിയ ബൈക്ക് ഉണ്ടെന്ന് കാണും. അവിടെ പോയിട്ട് അവിടെ മഗ്‌രിബ് നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വന്നു. അവിടെ പാണലത്ത് ഞങ്ങൾ പോയിട്ട് ഒരു അരഘണ്ട ഞങ്ങൾ ചെല്ലിയില്ലെങ്കിൽ അത് ഒരു സമാധാനമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് തങ്ങളെ ഇന്നെന്താക്കി ബന്ധപ്പെട്ട് ഇതാക്കിയതാണ്. പക്ഷേ ഇപ്പോഴത്തെ പിന്നെ ഈ കാലാവസ്ഥയും മറ്റുമൊക്കെ ആയിട്ട് വലിയ ബേജാറ് തങ്ങൾക്കുണ്ടാവുമല്ലോ. അള്ളാഹു അവിടുത്തെ പൊരുത്തവും കാവലും നമുക്ക് നൽകട്ടെ. എങ്കിലും മഹാന്മാരായ അഹ്ലു ബൈത്തല്ലേ, അൽഹംദുലില്ലാ. മഹാന്മാരായ അഹ്ലു ബൈത്ത് സാദാത്തുക്കളുടെ നേതൃത്വത്തിൽ, ആത്മീയമായ നേതൃത്വത്തിലുള്ള സംരംഭത്തിന് നേതൃത്വം നൽകുന്ന, എനിക്ക് വ്യക്തിപരമായി കൂടുതൽ ബന്ധങ്ങളില്ലെങ്കിലും അൽഹംദുലില്ലാ നമുക്ക് അഹ്ലു ബൈത്തൊക്കെ ഒരുപോലെയാണ്. എല്ലാ തങ്ങന്മാരും ഒരുപോലെയാണ്. എല്ലാ മുത്തുനബിൻ്റെ കുടുംബം അത് ആരായാലും, അത് അറിയപ്പെട്ടവരാവട്ടെ അല്ലാത്തതാവട്ടെ, ആലിമാവട്ടെ അല്ലാത്തവരാവട്ടെ, സാധാരണക്കാർ, നമ്മൾ എല്ലാ തങ്ങന്മാരെയും ആദരിക്കും. തങ്ങൾ എന്ന് പറയപ്പെടുന്ന ബോധ്യപ്പെടുത്തുന്ന ആരെല്ലാം ഉണ്ട് അവരെ മുഴുവനും ആദരിക്കും. അവരല്ലേ നമുക്ക് കപ്പലായിട്ടുള്ളത്, അവരല്ലേ നമുക്ക് കൈപിടിക്കാനുള്ളത്. അള്ളാഹു അവരുടെ പൊരുത്തവും കാവലും നമുക്ക് നൽകട്ടെ. ഒറ്റൊരു വാക്ക്, മഹാനായ കുമ്പോല് കുഞ്ഞിക്കോയ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, കോയമ്മ തങ്ങൾക്ക് പറ്റിയ സ്ഥലം ഞാൻ പറഞ്ഞു തരാം. അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കി. മഹാനായ കുമ്പോല് സാദാത്തുക്കളിൽപ്പെട്ട മഹാന്മാർ, കുഞ്ഞിക്കോയ തങ്ങളായിരിക്കും അത് പറഞ്ഞത്. കുഞ്ഞിക്കോയ തങ്ങളാണ് തുടക്കം കുറിച്ചത്. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ കോയമ്മ തങ്ങളെ അയക്കുന്ന സ്ഥലം അത് ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്രിൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ ലദീ തങ്ങൾ വന്ന ഒരു നാടുണ്ട്, ഇരുന്ന ഒരു നാടുണ്ട്. ഒരു 5 മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കാല്ലേ. വന്ന ഒരു നാടുണ്ട്. ഇതാര് പറയുന്നേ? കുമ്പോല് തങ്ങന്മാർ പറയുന്നേ. തങ്ങന്മാർ പറയുമ്പോൾ മുന്നിൽ ആരുണ്ട്? മഹാനായ കൂറത്ത തങ്ങളുണ്ട്, അതായത് കോയമ്മ തങ്ങളുണ്ട്. മറ്റു വലിയ വലിയ സാദാത്തുക്കളും ആലിമീങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിക്കോയ തങ്ങൾ ചെറുപ്പമാണെങ്കിലും ഇന്നും വലിയ ബഹുമാനമാണ്. ആറ്റക്കോയ തങ്ങൾ തന്നെ ഒരു വിഷയം ഇന്ന് ഡിസിഷൻ എടുക്കുമ്പോൾ കുഞ്ഞിക്കോയ തങ്ങളോട് മുഷാവറ എടുക്കാതെ ചെയ്യാതെ ഒന്നും ചെയ്യാറില്ലെന്നാണ് ആ കുടുംബത്തിനെ പറ്റി നമുക്ക് അറിവ്. മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, കോയമ്മത്തങ്ങൾ അയക്കേണ്ട സ്ഥലം, കോയമ്മത്തങ്ങൾ പോകേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു തരാം. മഹാനായ വലിയുല്ലാഹി ഖുതുബുൽ ആലം മുഹമ്മദ് അബീബക്രിൽ മടവൂരി വന്ന ഒരു സ്ഥലം ഉണ്ട്. അവർ ജീവിതകാലത്ത് വന്ന ഒരു സ്ഥലം ഉണ്ട്. ഒന്നിക്കൽ ആ സമയത്ത് അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു. അവർ വന്ന ഒരു സ്ഥലം ഉണ്ട്. വന്ന സ്ഥലം മാത്രമല്ല, അവിടെ താമസിച്ച സ്ഥലം ഉണ്ട്, അവിടെ രാത്രികാലങ്ങളിൽ പാർത്ത സ്ഥലമുണ്ട്. അവിടത്തേക്ക് കോയമ്മത്തങ്ങൾ അയക്കണം. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയുള്ള ഒരു ബറക്കത്തുള്ള സ്ഥലം എവിടെയാണ്? ഉടനെ മഹാനായ കുമ്പോല് തങ്ങൾ പറഞ്ഞു, വലിയുല്ലാഹി വടകര മുഹമ്മദാജി തങ്ങൾ, വലിയുല്ലാഹി വടകര മുഹമ്മദാജി തങ്ങൾ മർക്കസിൻ്റെ സഖാഫികളാകുന്ന നമുക്കൊക്കെ അറിയും. എനിക്കൊക്കെ സനദ് തന്നത് അവിടെ നിന്നാണ്, ഞങ്ങളൊക്കെ സനദ് വാങ്ങിയത് അവിടെ നിന്നാണ്. വലിയ മഹാനാണ്, വലിയ മഹാനാണ്, വലിയ കറാമത്തിൻ്റെ അഹ്ലുകാരാണ്. മർക്കസിൻ്റെ സമ്മേളനം ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. മർക്കസിൻ്റെ സമ്മേളനം നടക്കുകയാണ്. അന്ന് സ്വാഗത പ്രസംഗത്തിൽ സി ഉസ്താദ് പറഞ്ഞു, ഇന്ന് ദുആ ചെയ്തു തരേണ്ടത് വലിയുല്ലാഹി വടകര മുഹമ്മദാജി തങ്ങളാണ്, പക്ഷേ അദ്ദേഹം സുഖമില്ലാത്തത് കൊണ്ട് വരൂല എന്ന് അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എല്ലാ
എല്ലാവർക്കും ബേജാറായി. വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ വന്നാൽ ദ്വാരന്നാൽ അത് വലിയ ബറക്കത്തുള്ളതാണ്. അങ്ങനെ സമ്മേളനം തുടങ്ങുകയാണ്. ചെറിയ കുട്ടികൾ സ്വാഗതഗാനം പാടുകയാണ്. സ്വാഗതഗാനം പാടുമ്പോൾ അവിടെയുള്ള വളണ്ടിയേഴ്സും പോലീസുകാരും ഒരാളെ കൈപിടിച്ചിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ്. എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ്. കാരണം എന്താണ്? വലിയ വലിയ അറബികൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, വലിയ വലിയ രാഷ്ട്രീയ നേതാക്കൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്, വലിയ വലിയ തങ്ങന്മാരും മേലിമീങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആരാണ് ഗസ്റ്റായി ബാക്കിയുള്ളത്? കാരണം ഇനി ആരും ബാക്കിയില്ലല്ലോ എന്ന രീതിയിൽ അത്ഭുതത്തോടുകൂടെ നോക്കുകയാണ്. എല്ലാവരും കൈപിടിച്ച് ആദരിച്ച് കൊണ്ടുവന്ന് ഇരുത്തുകയാണ്. ഇരുത്തിയപ്പോ AP ഉസ്താദിനെ മെല്ലെ വിളിച്ചിട്ട് ആ വന്ന ആള് എന്തോ കാതിൽ സ്വകാര്യം പറയുകയാണ്. ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇത് കേട്ടപ്പോൾ മൈക്കിൻ്റെ മുന്നിൽ വരികയാണ്. പാട്ട് നിർത്താൻ പറയുകയാണ്, പ്രോഗ്രാം തൽക്കാലം നിർത്താൻ പറയുകയാണ്. ലക്ഷക്കണക്കിന് ജനങ്ങൾ കൂടിയിട്ടുണ്ട്. മഗ്രിബിൻ്റെ സമയം അടുക്കാറായി. പെട്ടെന്ന് പ്രോഗ്രാം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ആരും ഇരുന്ന സ്ഥലത്തു നിന്ന് അനങ്ങാൻ പാടില്ലെന്ന് പറയുകയാണ്. സ്റ്റേജിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. ഒരു അരമണിക്കൂർ സമയം സ്റ്റേജായി ബാക്കിയാകുകയാണ്. സദസ്സായി ബാക്കിയാകുകയാണ്. ഒരു മുട്ടുസൂചി വീണാൽ പോലും ശബ്ദം കേൾക്കത്ത രൂപത്തിലുള്ള ഒരു വലിയ നിശബ്ദമായ അന്തരീക്ഷം അവിടെ ഉണ്ടായി. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ശൈഖുനാ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ മൈക്കിൻ്റെ മുന്നിൽ വന്നിട്ട് അവിടുന്ന് പൊട്ടിക്കരയുകയാണ്. അവിടുന്ന് പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന് രാവിലെയും വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങളെ ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഒരു നിലയിലും വരൂലാന്ന് പറഞ്ഞതാണ്. ഓ മുഅ്മിനീങ്ങളെ, ഇപ്പൊ സ്റ്റേജിലേക്ക് വന്നാൾ വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങളാണ്. വന്നതെന്തിനെന്നറിയോ? ഇവിടെ നിങ്ങൾ ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഉളുവെടുക്കുന്നത് ഹൗദിൽ നിന്നാണല്ലോ, ടാങ്കിലെ വെള്ളത്തിൽ നിന്നാണല്ലോ, സിൻഡക്സിൽ നിന്നാണല്ലോ, ടെമ്പററി തൽപ്പറ ഉപയോഗിച്ചിട്ടുള്ളതിൽ നിന്നാണല്ലോ. ആ വെള്ളം മുഴുവനും പൈപ്പ് ലൈനിലൂടെ വരുന്നത് ഈ നാടിൻ്റെ നേരെ അപ്പുറത്തുള്ള കാരന്തൂർ ഭാഗത്തുള്ള വലിയ കുളത്തിൽ നിന്നാണ് വരുന്നത്. ആ കുളത്തിലേക്ക് സലഫികളായ വഹാബികൾ ബിദ്അത്തുകാർ വലിയ വിഷം ഇട്ടിട്ടുണ്ടായിരുന്നു, വലിയ പോയിസൺ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വെള്ളം പൈപ്പ് ലൈനിലൂടെ വന്നിട്ട് ഇവിടുത്തെ ഹൗദിലേക്കും ഇവിടുത്തെ ടാങ്കിലേക്കും ഇവിടുത്തെ സിണ്ടക്ക്, ഇതൊന്നും പറയാൻ വിചാരിച്ചത് കൽബിൽ വന്നതുകൊണ്ട് പറയുകയാണ്, ഇവിടുത്തെ സിൻഡക്സിലേക്കുമൊക്കെ അതിങ്ങനെ കലർന്നിട്ട് ലക്ഷക്കണക്കിന് മോമിനീങ്ങൾ മഗ്രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ ഒതുവെടുക്കാൻ പോയി അത് ശ്വസിച്ചിട്ട് ആ വെള്ളം ഉള്ളിലേക്ക് പോയി മരണം സംഭവിക്കുന്ന, അപകടങ്ങൾ സംഭവിക്കുന്ന അവസ്ഥ വന്ന്, ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥ വന്ന്, ഈ സ്ഥാപനത്തിനെ പൂട്ടുന്ന ഒരു അവസ്ഥ വന്നിട്ടുള്ള നിഗൂഢമായ തന്ത്രങ്ങൾ അവർ ചെയ്തിട്ട് അവർ പോയിസൺ ഇട്ടിട്ടുണ്ട്. വൈകുന്നേരം മുതൽ അവർ വിഷം ഇട്ടിട്ടുണ്ട്. ഉസ്താദ് പറഞ്ഞു, ഇവിടെ പോലീസുണ്ട്, അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇൻ്റലിജൻസ് ഉണ്ട്, അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ പല വളണ്ടിയേഴ്സും ഉണ്ട്, അവർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ വലിയുള്ളാഹി വടകര മമ്മദ് ഹാജി തങ്ങൾ കോഴിക്കോട് നടക്കാവ് അബൂബക്കർ ഹാജി എന്ന് പറയുന്ന പൗരപ്രമുഖൻ്റെ വീട്ടിലിരുന്നിട്ട് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ ആ ബസീറത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ ഓടി വന്നതാണ്, ഞങ്ങൾ അറിയിച്ചതാണ്. വെള്ളത്തിൻ്റെ പൈപ്പ് ലൈന് മുഴുവനും ബന്ദ് ചെയ്തിട്ടുണ്ട്, ഇനി ഇവിടെ ഒരു അപകടവും സംഭവിക്കൂല. ഉസ്താദ് അവറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്, മുരീദി തമസ്സക് ബി ഫകും ബി വസിഖ ഫഹമിക ഫിദ്ദുനിയ വയൗമൽ ഖിയാമത്തി. എന്നെ പിടിച്ചവർ ഏതും പേടിക്കണ്ട, എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവാർ. എന്നാര് എതിർത്താലും, എന്നാര് കൊടുക്കാൻ ശ്രമിച്ചാലും, എൻ്റെ മുഹബ്ബീങ്ങൾ ആര് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും എനിക്ക് ഔലിയാക്കളുണ്ട്, എനിക്ക് മഹാന്മാരുണ്ട്, എനിക്ക് വലിയുള്ളാഹി വടകര തങ്ങളുണ്ട്, എനിക്ക് വലിയുള്ളാഹി മടവൂരുണ്ട്.
എല്ലാവരും കരഞ്ഞുപോയി. കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, മടവൂര് ശൈഖ് ഇരുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെയാണ് കോയമ്മ തങ്ങൾ അയക്കേണ്ടത്. തീർന്നിട്ടില്ല. വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങളും ആ നാട്ടിൽ വന്നിട്ടുണ്ട്. വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ താമസിച്ച സ്ഥലമാണ് അവിടെ. തീർന്നിട്ടില്ല. കർണാടകയിലുള്ള കലന്തർ ബാബ ജാവക്കല്ല് വലിയുള്ള വന്ന് താമസിച്ച സ്ഥലമാണ് അവിടെ. അങ്ങനെയുള്ള നാട്ടിലേക്കാണ് കോയമ്മനെ അയക്കേണ്ടത്. അങ്ങനെയുള്ള നാട്ടിലേക്കാണ് ഉള്ളാളം തങ്ങളെ മകനെ അയക്കേണ്ടത്. വലിയുള്ളാഹി ജാവക്കല്ല് വലിയുള്ള വന്ന് കിടന്ന് ഇബാദത്ത് ചെയ്ത ഒരു സ്ഥലമുണ്ട്. മടവൂർ ശൈഖ് വന്നിട്ട് ഇബാദത്ത് ചെയ്ത സ്ഥലമുണ്ട്. വടകര വലിയുള്ള വന്ന് ചെവിയിരുന്നിട്ട് ഇബാദത്ത് ചെയ്ത സ്ഥലമുണ്ട്. കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, എൻ്റെ ബാപ്പയാകുന്ന ഫളല് തങ്ങൾ താമസിച്ച ഒരു സ്ഥലം, ആ സ്ഥലത്താണ് കോയമ്മനെ അയക്കേണ്ടത്. എൻ്റെ ഉപ്പാപ്പയായ പൂക്കോയ തങ്ങൾ ഇരുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് മഹാനായ കോയമ്മ തങ്ങൾ അയക്കേണ്ടത്. കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, ആ കോയമ്മൻ്റെ മുഖം നോക്കൂ, അയാൾക്ക് നല്ല ദാഹമുണ്ട്, അയാൾക്ക് നല്ല വിശപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ ദാഹം തീരണമല്ലോ, അയാളെ ക്ഷീണം മാറണമല്ലോ, അയാളെ വിശപ്പ് മാറണമല്ലോ. അത്ഭുതത്തോടെ എല്ലാവരും നോക്കുകയാണ്. CM വലിയുള്ളാഹി മടവൂര് വന്ന് ഇരുന്ന സ്ഥലം എവിടെയാണ്? വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ വന്ന സ്ഥലം എവിടെയാണ്? വലിയുള്ളാഹി ജാവക്കല്ല് ഉപ്പാപ്പ വന്ന സ്ഥലം എവിടെയാണ്? ഒരു ഭാഗത്ത് ശംസുല്ലുലമ ആ നാട്ടിൽ വന്നിരുന്നു, ഒരു ഭാഗത്ത് താജുല്ലുലമ വന്നിരുന്നു, ഒരു ഭാഗത്ത് വലിയ വലിയ ആലിമീങ്ങളൊക്കെ വന്നിരുന്നു. ഇങ്ങനെയുള്ള മുഴുവൻ മഹാന്മാരും വന്ന ഒരു നാട് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ മഹാനായ കുഞ്ഞിക്കോയ തങ്ങൾ പറഞ്ഞു, അത് നമ്മുടെ നാട്ടിലല്ല, അത് കർണാടകയിലുള്ള പുത്തൂരിൽ നിന്ന് സുബ്രഹ്മണ്യ റോട്ടിലേക്ക് പോകുന്ന കൂറത്ത് എന്ന് പറയുന്ന പ്രദേശമാണ്. കൂറത്ത് എന്ന് പറയുന്ന നാടാണ്, കൂറത്ത് എന്ന് പറയുന്ന മഹല്ലാണ്. അവിടെയാണ് കോയമ്മനെ അയക്കേണ്ടത്, അവിടെയാണ് കോയമ്മ തങ്ങൾ അയക്കേണ്ടത്. അവിടുന്ന് തീരുമാനിച്ചു. കോയമ്മ തങ്ങളെ മുന്നിലേക്ക് വന്നു വിഷയം പറഞ്ഞു. കോയമ്മ തങ്ങൾ പറഞ്ഞു, എനിക്കൊരഭിപ്രായവുമില്ല, എനിക്ക് മെല്ലെ ഒതുങ്ങിക്കൂടണം, ആരും കാണാതെ, ആരും അറിയാതെ, ആരുടെ മുന്നിലും പെടാതെ, എൻ്റെ റബ്ബുമായുള്ള ബന്ധം മാത്രം, എൻ്റെ റബ്ബുമായി എൻ്റെ കണ്ണും കൽബും മനസ്സുമായി ബന്ധപ്പെടുന്ന ഒരു വിഷയം എനിക്ക് തരണമെന്ന് പറയുകയാണ്. കുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കുറത്തെത്തി നോക്കുമ്പോൾ കുറുക്കൻ്റെ സൗണ്ട്, നെരിൻ്റെ സൗണ്ട്, മറ്റ് ജീവികളെ സൗണ്ട്. പകല് സമയത്ത് പോലും വല്ലാത്ത ബേജാറാണ്. അവിടെ എത്തിയപ്പോൾ കൊണ്ടുപോയ ആൾമാർ കൂടെ കൊണ്ടുവന്ന പഞ്ചാധിക വേണ്ടാഞ്ഞി. ഈ പോലും ഇങ്ങനെ പേടിയുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന കോയമ്മ എന്താവും എന്ന രൂപത്തിൽ ബേജാറായി. അതുകൊണ്ട് നമുക്ക് ഓപ്പാസ് പോകാം എന്ന രൂപത്തിൽ അവർ അഭിപ്രായപ്പെട്ട് ഏതായാലും കോയമ്മ തങ്ങളോടൊന്ന് ചോദിക്കണമല്ലേ. മഹാനായ കോയമ്മ തങ്ങളോട് ചോദിച്ച്, നിങ്ങൾക്ക് ഈ നാട് പറ്റൂല, മടവൂര് വന്നതല്ല ശരി തന്നെ, അവർ വന്നതല്ല ശരി തന്നെ, ഓറ് വന്നതല്ല ശരി, നിങ്ങൾക്കിത് പറ്റേല. ഈ പോലും പേടിക്കുന്ന ഈ സ്ഥലം, ആരും ഇല്ലാത്ത സ്ഥലം, ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലം. ഇപ്പോഴാണ് ചെറിയ അനക്കം. കുറത്തു സാധാത്ത് കിടന്നേ പിന്നെ ഒന്നും കൂടി അനക്കം വന്ന്, അവർ വന്നേ പിന്നെ ഒന്നും കൂടി പിന്നെ ഒരു അനക്കം വന്ന്. ആ രൂപത്തിൽ എന്ത് ചെയ്തു പറഞ്ഞു? ആ പറഞ്ഞപ്പോൾ മഹാനായ കുറത്തു സാധാത്ത് തങ്ങൾ പറഞ്ഞു, നേരത്തെ കുമ്പോല് തങ്ങന്മാർ പറഞ്ഞില്ലേ എനിക്ക് ദാഹമുണ്ടെന്ന്, എനിക്ക് വിശപ്പുണ്ടെന്ന്, അതെൻ്റെ മനസ്സ് നോക്കി പറഞ്ഞതാണ്. എൻ്റെ ദാഹം തീരാൻ പറ്റിയ ഭൂമിയാണ് ഈ ഭൂമി, എൻ്റെ വിശപ്പ് തീരാൻ പറ്റിയ ഭൂമിയാണ് ഈ ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് ആര് പറഞ്ഞാലും എന്നെ പറിച്ച് നടാൻ പറ്റൂല, എന്നെ കൊണ്ടുപോകാൻ പറ്റൂല. ഒറ്റ പറച്ചിലാണ് അല്ലാഹനെ സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഈ നാട്ടിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റാൻ കഴിയൂല. അതാണ് മുഹറം 1 തിങ്കളാഴ്ച വഫാത്തായത് എട്ടിക്കുളത്താണ്. എട്ടിക്കുളത്ത് നിന്ന് മരിച്ചിട്ടും വന്നത് കൂറത്തേക്കാണ്, കിടന്നത് കൂറത്താണ്, ആത്മീയമായി നേതൃത്വമുള്ളത് കൂറത്താണ്. വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാണ്. മടവൂര് ശൈഖ് വന്ന ഭൂമി, വലിയുള്ളാഹി വടകര മമ്മദാജി തങ്ങൾ വന്ന ഭൂമി, വലിയുള്ളാഹി ജാവക്കല്ല് വലിയുള്ള വന്ന ഭൂമി, മഹാന്മാരായ സാദാത്തുക്കളും ആലിമീങ്ങളും മഹാന്മാരുമായി വന്ന ഈ കൂറത്ത നാട്ടിൽ നിന്ന് എന്നെ പറിച്ചു മാറ്റാൻ കഴിയൂല. ഒറ്റൊരു വിഷയം കൂടി പറഞ്ഞതിന് ഫില്ല് ചെയ്യട്ടെ. എന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1980 കഴിഞ്ഞ ഉടനെ 2000
2000 വരെ, അല്ലെങ്കിൽ 85-ന്റെ സമയത്താണെന്ന് തോന്നുന്നു, 10-15 വർഷം കൂറത്ത് തങ്ങളെ പരിചയമുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ഖാലിയായിട്ടില്ല, ഒരു മഹല്ലിലും പോയിട്ടില്ല, ഒരു നിക്കാഹിനും കാർമ്മികത്വം വഹിച്ചിട്ടില്ല, ഒരു കുറ്റിയടിക്കാൻ പോയിട്ടില്ല, ഒരു മംഗലത്തിന് പോയിട്ടില്ല, ഒരു പഞ്ചായത്തികക്ക് പോയിട്ടില്ല, പബ്ലിക്കില്ല. ഒറ്റ ഇരുത്തമാണ് ആ കൂറത്തപ്പള്ളിൻ്റെ ഉള്ളില്. ആ കൂറത്തപ്പള്ളിൻ്റെ ഉള്ളിൽ ഇരുന്നത് എത്രയാണ്? ഒരു ദിവസമല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 10-15 വർഷം ഇരിക്കുകയാണ്. രാവും പകലും ഇരിക്കുകയാണ്. ആരോടും മിണ്ടാട്ടമില്ല. ഇങ്ങനെയുള്ള ഒരു കൂറത്തങ്ങൾ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ മഹാനവറുകൾ അങ്ങനെ ആ ഉള്ളിൽ രാവും പകലും ഇരിക്കാനുള്ള കാരണം എന്തായിരുന്നു? അവിടെ കൂറത്തങ്ങൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു. അവിടെ കൂറത്തങ്ങൾക്കൊരു കാമുകി ഉണ്ടായിരുന്നു. അവിടെ കൂറത്തങ്ങൾക്കൊരു പ്രേമസഖി ഉണ്ടായിരുന്നു. ആ പ്രേമസഖിയുമായി ആ കാമുകിയുമായി രാവും പകലും വർഷങ്ങളോളം മഹാനായ സയ്യിദ് ഫളൽ കോയമ്മ തങ്ങൾ, പാണല മഹല്ലിൻ്റെ ഖാലിയായ, പാണല മഹല്ലിൻ്റെ ആ ഏറ്റവും വലിയ അഭിവന്യ നേതൃത്വമായ മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ രാവും പകലും ദിവസങ്ങളല്ല, മാസങ്ങളല്ല, വർഷങ്ങളല്ല, ഒരുപാട് വർഷം അങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് വർഷം അങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് വർഷം അങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ ഒരു കാമുകി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രേമഭാജനമുണ്ടെന്ന് പറഞ്ഞില്ലേ. ആ പ്രേമഭാജനത്തിനെ കെട്ടിപ്പിടിച്ച് അതിനെ മുത്തം കൊടുത്ത് അതിനെ മണത്തിട്ട് ജീവിച്ചതാണ്. ആരാണ് ആ കാമുകി? ആരാണ് ആ പ്രേമസഖി? കൂറത്തങ്ങളെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ പ്രേമമിട്ട് കൊടുത്ത ആ കാമുകി ആരാണ്? കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു. അത് പരിശുദ്ധമായ ഖുർആനാണ് ആ കാമുകി. പരിശുദ്ധമായ സൂറത്തുകളാണ് ആ കാമുകി. ആ പ്രേമം നിറച്ചു കൊടുത്തത് ഖുർആനിൻ്റെ ആയത്തുകളാണ്. ആ പ്രേമം നിറച്ചു കൊടുത്തത് ഖുർആനിൻ്റെ അക്ഷരങ്ങളാണ്. എത്രയാണ് ഓതിയത്, എത്രയാണ് തീർത്തത്, എത്ര സൂറത്തുകളാണ് തീർത്തത്, എത്ര ഖത്മുകളാണ് തീർത്തത്. അങ്ങനെ ഓതിയിട്ട് ഒരു ദിവസം അറിയാതെ പുറത്തു വന്നപ്പോ, ഒരു വലിയ വിഷമത്തിൽപ്പെട്ട ഒരാൾ വന്നപ്പോ, ഒന്ന് ഊതാൻ പറഞ്ഞപ്പോ ഊതിക്കൊടുത്തപ്പോ, അപ്പോൾ തന്നെ ഫലം കണ്ടപ്പോ, അപ്പോൾ തന്നെ അതിന് പ്രതിവിധി കണ്ടപ്പോ അദ്ദേഹം പലരോടും പറഞ്ഞു. പിന്നെ കൂറത്തങ്ങൾ മനസ്സിലാക്കി, ഇനി ജനങ്ങൾക്ക് ആവശ്യമുണ്ട്, മഹല്ലിന് ആവശ്യമുണ്ട്, ഇനി നാട്ടുകാർക്ക് ആവശ്യമുണ്ട്, ഇനി രോഗികൾക്ക് ആവശ്യമുണ്ട്, ഇനി പാവപ്പെട്ടവർക്ക് ആവശ്യമുണ്ട്. മാസങ്ങളോളം ഹിറാ ഗുഹയിൽ ആരും അറിയാതെ, ആരെയും ബന്ധപ്പെടാതെ, കുടുംബങ്ങളിലേക്ക് പോകാതെ, തറക്തുൽ ഖൽഖ തുറം ഫീ റിളാക വൈതംതുൽ ഇയാല ലികൈ അറാക. ഒന്നിനോടും ബന്ധപ്പെടാതെ ഹിറാ ഗുഹയിൽ മുത്തുനബി ഇരുന്നില്ലേ? ഹിറാ ഗുഹയിൽ മുത്തുനബി ഇരുന്നില്ലേ? അവിടുന്ന് ഇബാദത്ത് ചെയ്തില്ലേ? അതുപോലെ കൂറത്ത് തങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം റസൂലുള്ള മക്കത്ത് വന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വെളിച്ചം വന്നതുപോലെ ഒരു സമയമാകുമ്പോൾ കൂറത്ത് തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പുള്ളിമാരായ അഹ്ലു ബൈത്തിൽപ്പെട്ട പ്രധാനിയായ മഹാനായ തങ്ങളവറുകൾ പുറത്തു വന്നിട്ട് അൽഹംദുലില്ലാ നേതൃത്വം നൽകുമ്പോൾ, ഈ പാണലത്തുള്ള മൂമിനീങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾ ഭാഗ്യമുള്ള ആൾക്കാരാവാൻ കാരണം എന്താണ്? അത് നിങ്ങളുടെ പ്രത്യേകത അല്ല, മറിച്ച് നിങ്ങളുടെ ഉമ്മയും ഉമ്മാമ്മമാരും നിങ്ങളുടെ ബാപ്പയും ഉപ്പാപ്പമാരും ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഇരിയമാറില്ലേ, അവരെ പൊരുത്തമാണ്. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് കിടക്കുന്ന ഇരിയമാറില്ലേ, ഇവിടെ നേതൃത്വം നൽകിയ ഒരുപാട് വലിയ വലിയ ആലിമീങ്ങളില്ലേ, ഈ മഹല്ലിലേക്ക് വന്ന ഒരുപാട് സാദാത്തുക്കളുടെ പൊരുത്തം കൊണ്ട് ആ വലിയ കറാമത്തിൻ്റെ ഉടമയായ മഹാനായ കൂറത്ത് തങ്ങളെ പാണല മഹല്ലിലുള്ള മൂമിനീങ്ങൾക്ക് നേതൃത്വമായി, അഭയമായി, അത്താണിയായി, മൽജായി, മഞ്ചായി, ഖളാഇന്റെ നേതൃത്വമായി, ഖാലിയായി റബ്ബ് നമുക്ക് തന്നു. നീ ഖബൂൽ ചെയ്യണം അല്ലാ. ഖുറത്തു സാദാത്ത് തങ്ങളെ പൊരുത്തം ഞങ്ങളിൽ നൽകണം അല്ലാ. ഞങ്ങളെ ഭാര്യ മക്കളിൽ നൽകണം അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളിൽ നൽകണം അല്ലാ. ഞങ്ങളെ ജീവിതങ്ങളിൽ നൽകണം അല്ലാ. ഞങ്ങളുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ നൽകണം അല്ലാ. അവരെ ബറക്കത്ത് കൊണ്ട് ബേജാറ് വല്ലാതെയുണ്ട്, വിഷമം
വല്ലാതെയുണ്ട്. ഇനി ആരാണ് യാസീൻ ഓതാൻ പറയുന്നത്? ഇനി ആരാണ് മന്ത്രിക്കുന്നത്? ഇനി ആരാണ് പരിഹരിക്കുന്നത്? എത്ര കുടുംബങ്ങളിലുള്ള പെൺകുട്ടികൾ ഭാര്യമാര് മരിക്കുന്ന രൂപത്തിൽ, കുട്ടികൾ മരിക്കുന്ന രൂപത്തിൽ, ഓപ്പറേഷനിലൂടെ മരിക്കുന്ന രൂപത്തിൽ, വെന്റിലേറ്ററിൽ മരിക്കുന്ന രൂപത്തിൽ, അതൊക്കെ മാറ്റിയിട്ട് വെള്ളം മന്ത്രിച്ചിട്ട് ശിഫ നൽകിയ ആ പ്രിയപ്പെട്ട തങ്ങൾ ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞെങ്കിലും ഞങ്ങളെ മുന്നിൽ കൂറത്ത് ഉണ്ടല്ലോ, കൂറത്ത് കിടക്കുന്നുണ്ടല്ലോ. അവിടുത്തെ കാവൽ നീ ഞങ്ങൾക്ക് നൽകണം അല്ലാ. മോമിനീങ്ങളെ, സങ്കടം പറയാൻ നമ്മളവിടെ പോകണം, ബേജാറ് പറയാൻ നമ്മളവിടെ പോകണം, നമ്മളെ വിഷയങ്ങൾ പറയാൻ അവരടുത്ത് പോകണം. അല്ലാഹു അവരെ മുദബ്ബിറാത്ത് ഞങ്ങളിലും കുടുംബങ്ങളിലും നീ നൽകണം അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഹാനായ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഖദീം ഉസ്താദ് വിഷയം പറയും, നമുക്ക് നേതൃത്വം നൽകും. സാധാരണ ഇവിടെ നടക്കുന്ന സ്വലാത്തുണ്ട്, ആ സ്വലാത്തിലൊക്കെ നമ്മൾ കൂടണം. ഞാൻ മനസ്സിലാക്കുന്നത് മഹാനായ തങ്ങളുടെ പേരിൽ ഇവിടെ തബറുക്കുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തബറുക്കുണ്ടാകും. പാണലിൽ പിന്നെ തബറുക്കില്ല എന്നില്ല, പിന്നെ പാണല എന്ന് പറയുന്ന നാടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊക്കെ സഹായിച്ചവർ, അതിലൊക്കെ സീരണി തന്നവർ, അതിലൊക്കെ അധ്വാനിച്ചവർ, അവർക്കൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. നമ്മളൊക്കെ വന്നത് മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളെ പിരിസം വെച്ചിട്ടാണ്, അവരെ മഹബത്ത് വെച്ച്. അതെല്ലാം അവിടെ കാണുമല്ലേ, അവിടെ നോക്കുമല്ലേ, നമുക്കൊരു നിരാശയും വേണ്ട, നമുക്കൊരു ബേജാറും വേണ്ട. അവരെല്ലാം ഏറ്റെടുക്കുമല്ലേ, ഏറ്റെടുക്കും, യാതൊരു സംശയമില്ലല്ലേ. മഹാനായ മൊഹീദ്ദീൻ ഉസ്താദ് അവറുകൾ പറഞ്ഞത് ഒറ്റൊരു മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കുക. പറഞ്ഞതിനെ പൂർത്തിയാക്കിയില്ല പിന്നെന്താ, ഇങ്ങനെ നെഞ്ഞു നൊമ്പലായിട്ട് ചിലപ്പോൾ അപ്പുറപ്പിറായി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, മൊഹീദ്ദീൻ ഉസ്താദിൻ്റെ ആ വീട്ടിൽ, ആ കുടുംബത്തിൻ്റെ ഉള്ളിൽ അവരാകെ ബേജാറ് പറയുമ്പോൾ മൊഹീദ്ദീൻ ഉസ്താദ് പറഞ്ഞു, നിങ്ങളെന്ത് മനസ്സിലാക്കിയേ, വന്നതാര് ഉള്ളാളത്തോറെ മോനല്ലേ, വന്നതാര് കൂറത്തെ തങ്ങളല്ലേ, അയാളെപ്പറ്റി നിങ്ങൾ എന്ത് മനസ്സിലാക്കിയത്? അയാളെ നാവ് ഖുർആൻ കൊണ്ട് സീല് വെച്ച നാവാണ്. അത് പറയാനാണ് ഇതെല്ലാം പറഞ്ഞു പോയത്. അയാളെ നാവ് ഖുർആൻ സീല് വെച്ച നാവാണ്. അയാളെ നാവ് സൂറത്തുകൾ സീല് വെച്ച നാവാണ്. അയാളെ നാവ് ആയത്തുകൾ സീല് വെച്ച നാവാണ്. അയാളെ നാവ് 6000 ചുല്ലാനം ഹർഫുകൾ, 6000 ചുല്ലാനം പിന്നെ ഭാഗങ്ങൾ സീല് വെച്ച നാവാണ്. അതുകൊണ്ട് ആ നാവിന് വലിയ ഫലമുണ്ട്. ആ നാവിന് ഫലമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഫലമുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണിന് ഫലമുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഖുർആൻ ഓതാൻ നടന്നുപോയ കാലിന് ഫലമുണ്ട്. നിങ്ങൾ എന്ത് മനസ്സിലാക്കി? നിങ്ങൾ വേണമെങ്കിൽ നാളെയല്ല മറ്റന്നാൾ നിങ്ങൾ നോക്കിക്കോ. ഞാൻ മെല്ലെ പോയി കാറിൽ കയറുമ്പോൾ ഞാൻ മൂപ്പരോടൊന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് പറയാൻ വേണ്ടി തോന്നിയില്ല. പറയാൻ വേണ്ടി ഞാൻ കരുതിയിനി, വന്നപ്പോൾ എല്ലാം പക്ഷെ മുഖം കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നിയില്ല. എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ ബേജാറായിന്. ഞാൻ കാറിൻ്റെ ഉള്ളിൽ ഡോറിൻ്റെ അവിടെ പോകുമ്പോൾ എന്നോട് പറഞ്ഞ്, മൊഹീദ്ദീൻ മുസ്ലിയാരെ ശൈത്താൻ ഓടുന്നത് കണ്ട, ഇനി ഈ ബൗണ്ടറിൻ്റെ ഉള്ളിൽ ശൈത്താൻ വരൂല. മഹാനായ ഖുറത്തു സാദാത്ത് ഫളൽ കോയമ്മ തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് മൊഹീദ്ദീൻ ഉസ്താദ് അന്ന് മുതൽ ഇന്ന് വരെ ആ കുടുംബത്തിൽ അങ്ങനത്തെ ഒരു രോഗം ഇല്ല, അങ്ങനത്തെ ഒരു സിഹർ ഇല്ല, അങ്ങനത്തെ ഒരു ശൈത്താൻ ഇല്ല. മന്ത്രിച്ചിട്ടില്ല, ഓതിയിട്ടില്ല, ഊതിയിട്ടില്ല, വെള്ളം കൊടുത്തിട്ടില്ല, 41 യാസീനൊന്നും പറഞ്ഞിട്ടില്ല. വന്ന് കയറി ചവിട്ടിയപ്പോൾ ആ ഭൂമിക്ക് അല്ലാഹു വലിയ രീതിയിലുള്ള ഫലം കൊടുത്തു, ആ ബൗണ്ടറിക്ക് അല്ലാഹു ഫലം കൊടുത്തു. അതാണ് നമുക്ക് കാവൽ, ആ മഹാന്മാരെ കാവൽ അല്ലാഹു നമുക്ക് നൽകുമാറാവട്ടെ. പറഞ്ഞതൊക്കെ ഏകദേശം പൂർത്തിയാക്കി എന്ന രീതിയിലുള്ള സമാധാനിപ്പിച്ചുകൊണ്ട് എല്ലാവരും ദുആ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, അഹ്ലു ബൈത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ ആ രൂപത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് ശരിയല്ലല്ലോ. അവർ ചട്ടക്കല്ലിൽ അൽഹംദുലില്ലാ അവിടുത്തെ ഇൽമിനും അവിടുത്തെ ദീനിൻ്റെ ഖിദ്മത്തിനൊക്കെ നേതൃത്വം നൽകുന്നവരാണ്. നമ്മൾ ഈ ഭാഗത്ത് അറിയപ്പെട്ട വലിയ ഒരു സയ്യിദാണ് സയ്യിദ് ഇബ്രാഹിം പൂക്കുഞ്ഞ് തങ്ങൾ ഉദ്യാവരം. നിങ്ങൾക്ക് ഈ നാട്ടുകാർക്കൊക്കെ പഴയ കാലഘട്ടങ്ങളിൽ തന്നെ അവരെ ബാപ്പ വലിയ അസറുള്ള ആളായിരുന്നു. അവരെ പ്രിയപ്പെട്ട മകനാണ് പൂക്കുഞ്ഞ് തങ്ങൾ. അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഞങ്ങൾ ആ ഭാഗത്തൊക്കെ വലിയ നേതൃത്വം